ഇന്ന് എടുക്കാൻ വേണ്ടി പോകുന്നത് ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ ആണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ മെയിനായിട്ട് ഓട്ടോക്യാഡും അതുപോലെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ നിങ്ങൾ എല്ലാവരും തന്നെ ആൻസർ പറയാൻ വേണ്ടി ശ്രമിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദി ഡെസിഗ്നേഷൻ ഓഫ് B2 ഡ്രോയിങ് ബോഡീസ്. ഇതൊക്കെ മിക്കവാറും എഞ്ചിനീയറിംഗ് ഡ്രോയിങ് വരുന്ന പരീക്ഷകൾക്കൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഡ്രോയിങ് ബോർഡിന്റെ സൈസ്, ഡ്രോയിങ് ഷീറ്റിന്റെ സൈസ് എല്ലാം. ഓക്കെ, B2 ഡ്രോയിങ് ബോർഡിന്റെ ഡെസിഗ്നേഷൻ ഏതാണ്? 700 by 500 by 15 mm, 1000 by 500 by 15 mm, 500 by 350 by 15 mm, 1000 by 700 by 15. ഓക്കെ, നമ്മുടെ ഡ്രോയിങ് ബോർഡുകളുടെ മെയിൻ ആയിട്ടുള്ള ഡെസിഗ്നേഷൻ ഓക്കെ B0, B1, B2, B3 എന്നാണ്. അപ്പോ കിഷോർ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പം മെയിൻ ആയിട്ട് നമ്മൾ ഡെസിഗ്നേഷൻ ഇങ്ങനെയാണ്: B0, B1, B2, B3, B4. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രോയിങ് ഷീറ്റുകൾ അറിയാലോ. B0 ആണെങ്കിൽ A0, A1, A2, A3 ഇങ്ങനെ പോകും. അപ്പോൾ സൈസ് എന്ന് പറയുന്നത് ഇതാണ് വരുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഏതാണ്? B2 ഡ്രോയിങ് ബോർഡാണ്. സോ നമ്മുടെ ആൻസർ വരുന്നത് 700 by 500 by 15 ആണ് ആൻസർ. കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ A. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് പാർട്ട് ഓഫ് എ ടി സ്ക്വയർ ഈസ് പ്ലേസ്ഡ് അഡ്ജോയിനിങ് ദി വർക്കിംഗ് എഡ്ജ് ഓഫ് ദി ബോർഡ് ആൻഡ് ഇസ് മെയ്ഡ് ടു സ്ലൈഡ്? ബ്ലേഡ്, വർക്കിംഗ് എഡ്ജ്, എബോണി എഡ്ജ്, സ്റ്റോക്ക്. നമുക്ക് അത്യാവശ്യം കൂടുതൽ കണ്ടന്റുകൾ ആക്ച്വലി പഠിക്കാനുള്ള സബ്ജക്റ്റുകളാണ് എന്താ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതല്ല അല്ലേ. പക്ഷെ നമ്മുടെ സിലബസിൽ വളരെ കുറച്ച് കാര്യങ്ങളെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനുള്ളിൽ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ തന്നെ ഇതെല്ലാം നമ്മൾ മറന്നു പോകുന്ന കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും നോക്കിയിരിക്കും അല്ലെ. അപ്പൊ ഏത് ടി സ്ക്വയറിന്റെ ഏത് പാർട്ടാണ് വർക്കിംഗ് എഡ്ജ് മീൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ഏത് പാർട്ടിലൂടെയാണ് വർക്കിംഗ് എഡ്ജ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ഇതൊക്കെ തെറ്റിപ്പോകാൻ സാധ്യതകളെയാണ്. നമ്മുടെ ടി സ്ക്വയറിന് മെയിൻ ആയിട്ടും രണ്ട് പാർട്ടുകളാണുള്ളത്. ഒന്നാമത്തത് സ്റ്റോക്കും രണ്ടാമത്തത് ബ്ലേഡും. ബ്ലേഡ് ഹൊറിസോണ്ടൽ പോർഷൻ ആണ്. ആ ബ്ലേഡിലാണ് വർക്കിംഗ് എഡ്ജ് വരുന്നത് അല്ലെ. ആൻഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു റൈറ്റ് ആംഗിൾ ആയിട്ടിരിക്കുന്ന ഈ ഒരു ഭാഗമാണ്. അപ്പൊ ഇതിൽ ഏത് വെച്ചിട്ടാണ് നമ്മൾ വർക്കിംഗ് എഡ്ജിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാലേ നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആൻസർ വരുന്നത് സ്റ്റോക്ക് ആണ്. സ്റ്റോക്കിൽ നിന്നുകൊണ്ടാണ് ആക്ച്വലി വർക്കിംഗ് എഡ്ജിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത് അല്ലെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദി ടൈറ്റിൽ ബ്ലോക്ക് ഓഫ് എ ഡ്രോയിങ് ഈസ് ഡ്രോൺ അറ്റ് ദി ഡാഷ് ഓഫ് ദി ഡ്രോയിങ് ഷീറ്റ്. വെരി സിമ്പിൾ. നമ്മൾ എല്ലാവരും പഠിക്കുന്ന സമയത്ത് ഡ്രോയിങ് ബോർഡുകളൊക്കെ ഡ്രോയിങ് ഷീറ്റുകളെല്ലാം കൈകാര്യം ചെയ്തതാണ്. അപ്പൊ അതിൽ ടൈറ്റിൽ ബ്ലോക്ക് വരച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ടൈറ്റിൽ ബ്ലോക്ക് നമ്മൾ എവിടെ വരയ്ക്കുന്നത്? എല്ലാവർക്കും അറിയാവുന്ന അല്ലെ. ലെഫ്റ്റ് ബോട്ടം, റൈറ്റ് ബോട്ടം, മിഡിൽ ടോപ്പ്, മിഡിൽ ബോട്ടം. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. ബോട്ടം റൈറ്റ് കോർണറിലാണ്. ബോട്ടം റൈറ്റ് ബോട്ടം അല്ലെ, ബോട്ടത്തിലാണ് നമ്മൾ വരയ്ക്കുന്നത്. റൈറ്റ് കോർണറിലാണ് വരയ്ക്കുന്നത്. സോ ആൻസർ വരുന്നത് ബി. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് പറഞ്ഞത്. ഓക്കെ, ഇതുപോലെ ആയിരിക്കും അല്ലെ ഡ്രോയിങ് ഏരിയ. ഇവിടെ ടൈറ്റിൽ ബ്ലോക്ക്. പിന്നെ നമുക്ക് ഇതിലിപ്പോ ഞാൻ ഓരോ ക്വസ്റ്റ്യനും റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഡേറ്റകൾ കൂടി പറയുന്നുണ്ട് അഡീഷണൽ ആയിട്ട്. ഈ ഒരു ഭാഗം വരുന്നതിന് 2 സെന്റിമീറ്റർ ആണ് അല്ലെ. യൂഷ്വൽ ആയിട്ടുള്ളത് 2 സെന്റിമീറ്റർ ആണ്. ബാക്കി ഭാഗങ്ങളിലെല്ലാം 1 സെന്റിമീറ്റർ ഈച്ച് ആണ്. ഓക്കെ, A0യ്ക്കും A1-നുമാണ് 2 സെന്റിമീറ്റർ വരുന്നത്. A0 ആൻഡ് A1-ന് മാത്രമാണ് ഈ ഒരു സൈഡിൽ 2 സെന്റിമീറ്റർ മീൻസ് ഈ ഒരു വിട്ട് കൊടുക്കുന്നത്. ബാക്കി A2 മുതൽ താഴത്തേക്കുള്ള എല്ലാ ഷീറ്റുകൾക്കും 4 സൈഡിലും 1 സെന്റിമീറ്റർ ഈച്ച് ആയിരിക്കും കൊടുക്കുന്നത്. എപ്പോഴും ശ്രദ്ധിക്കുക, ടവറൊക്കെ ചോദിക്കാറുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ലൈൻ കണക്ട് എ നോട്ട് വിത്ത് ദ ഫീച്ചർ ഇൻ ആൻ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്? Which line connect a node with the feature in an engineering drawing? ഇതൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻസ് ആണ്. എ സെക്ഷൻ ലൈൻ, കട്ടിംഗ് പ്ലെയിൻ ലൈൻ, ലീഡർ ലൈൻ, എക്സ്റ്റൻഷൻ ലൈൻ. ഓക്കെ, വെരി ഗുഡ്. കറക്റ്റ് ആയിട്ട് രണ്ടുപേരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ലീഡർ ലൈൻ ആണ് അല്ലെ. നമ്മൾ ഒരു നോട്ടിനെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഫീച്ചറിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ ഇങ്ങനെ കൊടുക്കുന്ന ഈ ഒരു രീതിയിൽ കൊടുക്കുന്ന ലൈനെ വിളിക്കുന്ന പേരാണ് ലീഡർ ലൈൻ. ഈ ഒരു ലൈൻ കൊടുക്കുന്ന ഈ ഒരു പാറ്റേണിനെ വെച്ചിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളൂ. ഈ രീതിയിൽ വളച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ 45 ഡിഗ്രി ഇൻക്ലിനേഷനിൽ കൊടുക്കുന്ന ലൈൻ ഏതാണ് എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ഡ്രോയിങ്സ് ദി ലോവർ കേസ് ലെറ്റേഴ്സ് ആർ യൂഷ്വലി യൂസ്ഡ്? ഓക്കെ, ഏത് ഡ്രോയിങ്സിലാണ് ലോവർ കേസ് ലെറ്റേഴ്സ് യൂഷ്വൽ ആയിട്ട് ഉപയോഗിക്കുന്നത്? എന്ന് വെച്ചാൽ എല്ലാത്തിലും മീൻസ് മിക്കത്തിലും ലോവർ കേസ് ഉപയോഗിക്കാം, പക്ഷെ ലോവർ കേസ് ലെറ്റേഴ്സ് മാത്രമായിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണെന്നാണ് കേട്ടോ. സാങ്ഷൻ ഡ്രോയിങ്സ്, സർവീസ് ഡ്രോയിങ്സ്, ആർക്കിടെക്ചറൽ ഡ്രോയിങ്സ്, ലൊക്കേഷൻ ഡ്രോയിങ്സ്. ഓക്കെ, അറിയാമെങ്കിൽ കമന്റ് ചെയ്യാൻ, ഇല്ലെങ്കിലും പ്രശ്നമില്ല, പറഞ്ഞുതരാം. ഓക്കെ,
ഓക്കെ, ആൻസർ ഞാൻ പറഞ്ഞേക്കാം. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആർക്കിടെക്ചറൽ ഡ്രോയിങ്സ് ആണ് കേട്ടോ. ആർക്കിടെക്ചറൽ ഡ്രോയിങ്സിലാണ് ലോവർ കേസ് ലെറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഈ സാങ്ഷൻ ഡ്രോയിങ്സ് ആണെങ്കിൽ നമ്മൾ അതിൽ ക്യാപിറ്റലും സ്മോളും യൂസ് ചെയ്യാറുണ്ട്. സർവീസ് ഡ്രോയിങ്സിലും അത് തന്നെയാണ്, രണ്ടും ഉപയോഗിക്കാറുണ്ട്. പിന്നെ ലൊക്കേഷൻ ഡ്രോയിങ്സിലും രണ്ടും ഉപയോഗിക്കാറുണ്ടെന്നുണ്ടെങ്കിലും ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് നമ്മൾ ഇതിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുക, രണ്ടും ഉപയോഗിക്കും കേട്ടോ. അപ്പം സ്മോൾ ലെറ്റേഴ്സ് മാത്രമായിട്ട് ഉപയോഗിക്കുന്നത് ആർക്കിടെക്ചറൽ ഡ്രോയിങ്സിലാണ്. ഓക്കെ, ഇത് ഒരു ടൗൺ പ്ലാനിംഗ് സർവേയറിന്റെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റൻ ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി വിഡ്ത്ത് ഓഫ് ആരോ ഹെഡ് ഇൻ എ വാട്ട് ഈസ് ദി വിഡ്ത്ത് ഓഫ് ആരോ ഹെഡ് ഇൻ എ ഡയമെൻഷൻ ലൈൻ കമ്പയർഡ് ടു ഇറ്റ്സ് ലെങ്ത്? യൂഷ്വൽ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു വിഡ്ത്തിന്റെ ഈ ഒരു എന്താണ് ഫ്രാക്ഷനും ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ റേഷ്യോയും ചോദിക്കാറുണ്ട്. ഓക്കെ ഓക്കെ, സജി ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും ആൻസർ പറയാൻ ശ്രമിക്കണം കേട്ടോ. ഓക്കെ, ആൻസർ കറക്റ്റ് ആണ്. 1/3 ഓഫ് ദി ലെങ്ത് ആണ് അല്ലെ, 1/3 ആണ് വിഡ്ത്ത്. താഴെ ഇങ്ങനെയാണ് കൊടുക്കുന്നത് കണ്ടോ, ഇതാണ് നമ്മുടെ ആരോ ഹെഡ്. ലെങ്ത് ഈ ഒരു രീതിയിലാണ്. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് കേട്ടോ. ഓക്കെ, സോ 1/3 ആണ്, അല്ലെങ്കിൽ 1:3 എന്നും 3:1 എന്നും ഒക്കെ നമുക്ക് റേഷ്യോയും ചോദിക്കാം. സോ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. Which scale is used to represent the same representative fraction but graduated to treat different units? Which scale is used to represent the same representative fraction but graduated to read different units? Plain scale, comparative scale, diagonal scale, vernier scale. Okay, നമുക്ക് യൂഷ്വൽ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇത് ചെറിയ ഓക്കെ അതെ, നമ്മൾ വരുമ്പോ എന്താണ് ചെറിയൊരു ഒരു ട്രിക്കി ആയിട്ടുള്ള രീതിയിൽ ചോദിച്ചത് കൊണ്ടാണ് നമുക്ക് തെറ്റിപ്പോയത് കേട്ടോ. തെറ്റാണ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഒന്നുകൂടെ ആലോചിച്ച് ചോദിച്ചത് കണ്ടോ. ഡിഫറെന്റ് യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് മെഷേഴ്സ് അല്ലെ, നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുള്ളൂ. ഡിഫറെന്റ് മെഷേഴ്സിനെ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മെഷർമെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏത് സ്കെയില്? അതെ, ഡയഗണൽ ആണ്. ഡയഗണൽ അല്ല, കമ്പാരിറ്റീവ് സ്കെയിൽ ആണ് യൂസ് ചെയ്യുന്നത്. ഡിഫറെന്റ് മെഷേഴ്സ് അല്ലെ, ഒന്നിലധികം അല്ലെങ്കിൽ ഒരുപാട് യൂണിറ്റുകൾ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത് കമ്പാരിറ്റീവ് സ്കെയിൽ ആണ്. പക്ഷെ എല്ലാത്തിന്റെയും റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ സെയിം ആണ് കേട്ടോ. ഓക്കെ, ഒരു മെഷർമെന്റ് മാത്രം, ഒരു യൂണിറ്റിൽ മാത്രം മെഷർ ചെയ്യാൻ പറ്റുന്നത് ഏതാ? പ്ലെയിൻ സ്കെയില്. രണ്ടിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന ഡയഗണൽ സ്കെയില്, ഡിഫറെന്റ് മെഷർമെന്റ് എടുക്കാൻ പറ്റുന്ന കമ്പാരിറ്റീവ് സ്കെയില്, ഫ്രാക്ഷണൽ പാർട്സ് മെഷർ ചെയ്യാൻ പറ്റുന്നത് വെർനിയർ സ്കെയിൽ. ഇങ്ങനെയാണ് കേട്ടോ. ഒരുപാട് കൂടുതൽ യൂണിറ്റുകളിൽ മെഷർ ചെയ്യാൻ പറ്റുന്നത് കമ്പാരിറ്റീവ് സ്കെയിൽ. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇൻ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ദി റൈറ്റ് സൈഡ് വ്യൂ. ഓക്കെ, സോറി, ഇതിൽ പറഞ്ഞതിൽ ഒരു തെറ്റുണ്ട്. പ്ലെയിൻ സ്കെയിൽ നമുക്ക് 2 യൂണിറ്റ്സ് ആണ് കേട്ടോ. 2 യൂണിറ്റ്സ്, ഇത് 2 യൂണിറ്റ്സ്, അതായത് ഒരു മെയിൻ യൂണിറ്റും അതിന്റെ സബ് ഡിവിഷൻ. കമ്പാരിറ്റീവ് ഡയഗണൽ സ്കെയിൽ വരുമ്പോൾ 3 യൂണിറ്റ്സ്. ഇത് ഓർത്തിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മളിപ്പം പ്ലെയിൻ സ്കെയിൽ ഒരു പ്ലെയിനിൽ എത്ര ആക്സസുകളുണ്ട്? എക്സ് വൈ എന്നല്ലേ. അപ്പൊ 2 യൂണിറ്റ്സ് മെഷർ ചെയ്യാൻ 2 യൂണിറ്റ്സ് എന്ന് ഓർത്തിരിക്കുക. ഡയഗണൽ സ്കെയിൽ എന്ന് പറയുമ്പോൾ എന്താ, ഇതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഒരു ഡയഗണലും കൂടെ വരുന്നല്ലേ. അപ്പൊ 3 യൂണിറ്റ്സ് മെഷർ ചെയ്യാൻ ഡയഗണൽ സ്കെയിൽ ഉപയോഗിക്കാം. 3-ലധികം അല്ലെങ്കിൽ ഒരുപാട് യൂണിറ്റുകൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പാരിറ്റീവ് സ്കെയിൽ യൂസ് ചെയ്യാം. ഓക്കെ, അതാണ് ഇങ്ങനെ ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. In first angle projection, the right side view is placed at the dash side of drawing. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷന് റൈറ്റ് സൈഡ് വ്യൂ ഇസ് പ്ലേസ്ഡ് അറ്റ് ഡാഷ് സൈഡ് ഓഫ് ഡ്രോയിങ്. നമ്മൾ ഇന്ത്യയിൽ യൂഷ്വൽ ആയിട്ട് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്നത് എല്ലാം ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ വെച്ചിട്ടാണ് അല്ലെ. അപ്പൊ അതിൽ റൈറ്റ് സൈഡ് വ്യൂ എവിടെയാണ് കൊടുക്കുന്നത്? ഏത് സൈഡിലാണ്? എബോവ്, ബിലോ, റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ്? ഓക്കെ, കിഷോർ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, രണ്ടുപേരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ഡി, ലെഫ്റ്റ് സൈഡിലാണ് കൊടുക്കുന്നത് അല്ലെ. റൈറ്റ് സൈഡ് വ്യൂ ലെഫ്റ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡ് വ്യൂ റൈറ്റ് സൈഡിലുമാണ് കൊടുക്കുന്നതെങ്കിൽ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ. ഇനി റൈറ്റ് സൈഡ് വ്യൂ റൈറ്റ് സൈഡ് തന്നെയാണ് കൊടുക്കുന്നതെങ്കിൽ അത് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ഈ ഒരു രീതിയിലായിരിക്കും. പിന്നെ നമുക്ക് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, റെപ്രസെന്റേഷൻ എങ്ങനെയാണ്? ഓക്കെ, ഇതും ചോദിക്കാറുണ്ട്. ഇങ്ങനെയാണ് ഫ്രസ്റ്റം ഓഫ് എ കോൺ ആണ് അല്ലെ, ലൈൻ ഹൊറിസോണ്ടലി. അതും പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ്. അതൊക്കെ നമ്മൾ ഇതിന് മുന്നുള്ള ഡിസ്കഷൻസിലൊക്കെ ആ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കഴിവതും മുന്നേ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് പുതിയ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് അതൊന്നും ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പൊ നമ്മുടെ ഈ ഒരു എന്താണ് റെപ്രസെന്റേഷൻ വെച്ചാൽ ഒരു ഫ്രസ്റ്റം ഓഫ് കോണ് ഹൊറിസോണ്ടൽ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നത് പോലെയാണ്. ഇതൊക്കെ നമ്മൾ പണ്ട് ഡ്രോയിങ് വരയ്ക്കുമ്പോൾ ടൈറ്റിൽ ബ്ലോക്കിൽ കാണിക്കുന്നതാണ് അല്ലെ, ഫസ്റ്റ് ആംഗിൾ ഈ ഒരു സംഭവം. ഓക്കെ, അപ്പൊ അതില് ആ ഒരു രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി ഷേപ്പ് ഓഫ് ദി ഡെവലപ്മെന്റ് ഓഫ് ദി ലാറ്ററൽ സർഫസ് ഓഫ് എ കോൺ? ഒരു കോണിന്റെ ലാറ്ററൽ സർഫസിന്റെ ഡെവലപ്മെന്റ്. ഓക്കെ, ഏത് ഷേപ്പ് ആയിരിക്കും? സ്ക്വയർ, റെക്ടാംഗിൾ, സെക്ടർ ഓഫ് എ സർക്കിൾ, സെമി സർക്കിൾ?
ഓക്കെ, ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഒരു കോണാണ്. കോണിനെ നിവർത്തി വെച്ചാൽ ഏത് ഷേപ്പ് കിട്ടും? കോണിനെ ഫുൾ ആയിട്ട് നമ്മൾ നിവർത്തി വെക്കുക അല്ലെ? ഓക്കെ ഓക്കെ, ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ആൻസർ കറക്റ്റ് ആണ്. സെക്ടർ ഓഫ് എ സർക്കിൾ ആണ്. ഈ ഒരു രീതിയിലായിരിക്കും ഇരിക്കുന്നത് അല്ലെ? ഒരു കോണിനെ നമ്മൾ നിവർത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സെക്ടർ ആയിട്ടായിരിക്കും കിട്ടുന്നത്. ഇതിനെ മടക്കുമ്പോഴല്ലേ നമുക്കൊരു കോൺ കിട്ടുന്നത് അല്ലെ? അതുപോലെ തന്നെ ഒരു സിലിണ്ടർ, ഇതിന് ചോദിക്കാം. ഒരു സിലിണ്ടറിനെ നമ്മൾ ഡെവലപ്പ് ചെയ്താൽ, നേരെ വെച്ചാൽ കിട്ടുന്നത് റെക്ടാംഗിൾ ആയിരിക്കും. സിലിണ്ടറിന് റെക്ടാംഗിൾ, കോണിന് എന്താണ്? സെക്ടർ ഓഫ് എ കോൺ ആണ്. ഇനി ഈ ലാറ്ററൽ സർഫസ് എന്താണെന്ന് വേണേൽ ചോദിക്കാം കേട്ടോ. ഡെവലപ്മെന്റിലെ ലാറ്ററൽ സർഫസ് എന്താണ്? ലാറ്ററൽ സർഫസ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇതൊരു രൂപമാണ് കോൺ അല്ലെ? ആ കോണിന്റെ ടോപ്പും ബോട്ടവും ഒന്നുമില്ലാതെ ജസ്റ്റ് ഒരൊറ്റ സൈഡായിട്ട് കാണിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ലാറ്ററൽ സർഫസ്. കണ്ടോ? ഓക്കെ, അപ്പൊ ആൻസർ വരുന്നത് സെക്ടർ ഓഫ് എ സർക്കിൾ എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which estimate is prepared when further development is required for the progress of a work? Revised estimate, supplementary estimate, work charge establishment, annual repair estimate. Okay. ഏത് എസ്റ്റിമേറ്റ് ആണ് ഫർദർ ഡെവലപ്മെന്റിന്? ഇതൊക്കെ നമുക്ക് തിരിഞ്ഞു പോകുന്നതാണ് അല്ലെ? റിവൈസ് എസ്റ്റിമേറ്റ് ആണോ, സപ്ലിമെന്ററി എസ്റ്റിമേറ്റ് ആണോ? ഓക്കെ, ആൻസർ കറക്റ്റ് അല്ല, എന്നോട് ആലോചിച്ച് നോക്കുക. ഓക്കെ, നമുക്ക് കഴിഞ്ഞ എന്താണ് ഫസ്റ്റ് ഗ്രേഡിന്റെയും അതുപോലെ ഉള്ള എക്സാമുകൾക്കൊക്കെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരാറുള്ളതാണ് കേട്ടോ. നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നും ഈ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്ന പലതും നമുക്ക് ഇനിയും എക്സാമിൽ പ്രതീക്ഷിക്കാം. ഇനി വരുന്ന സെക്കൻഡ് ഗ്രേഡിനും തേർഡ് ഗ്രേഡിനും ഒക്കെ. ഓക്കെ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ്. ഇതെല്ലാം നിങ്ങൾ നോക്കിയിട്ടേ പോകാവുള്ളൂ. സോ ആൻസർ വരുന്നത് സപ്ലിമെന്ററി എസ്റ്റിമേറ്റ് ആണ്. കിഷോറിന്റെ ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. സപ്ലിമെന്ററി എസ്റ്റിമേറ്റ്. റിവൈസ് എസ്റ്റിമേറ്റും സപ്ലിമെന്ററി എസ്റ്റിമേറ്റും ഒക്കെ എന്താണ്? ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിന്റെ ടൈപ്പുകളാണ് അല്ലെ? ടൈപ്സ് ഓഫ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആണ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്, സപ്ലിമെന്ററി എസ്റ്റിമേറ്റ്, ആനുവൽ റിപ്പയർ എസ്റ്റിമേറ്റ് അല്ല. ഓക്കെ, ഈ വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്നത് ഒരു സർട്ടൻ പെർസെന്റേജ് ഓഫ് എമൗണ്ട് ആണ്, അത് എസ്റ്റിമേറ്റ് അല്ല. അപ്പൊ ഈ റിവൈസ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്ന എപ്പോഴാണ്? നമ്മൾ സാധാരണ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് സാങ്ഷൻസ് ആണുള്ളത്. ഓക്കെ, രണ്ട് ടൈപ്പ് ഓഫ്. ലാൽജിക്ക് എന്താ പറയുക, ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും പറയണമെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. ഓക്കെ, അപ്പോ രണ്ട് ടൈപ്പ് ഓഫ് സാങ്ഷൻസ് ആണുള്ളത്. ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനും രണ്ടാമത്തെ ടെക്നിക്കൽ സാങ്ഷനും. നമ്മൾ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് സാങ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റിന്റെ സാങ്ഷൻ ആണ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എന്ന് പറയുന്നത്. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് സാങ്ഷൻ ആണ് ടെക്നിക്കൽ സാങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനിൽ നമുക്കൊരു പെർട്ടിക്കുലർ എസ്റ്റിമേറ്റഡ് എമൗണ്ട് കാണും അല്ലെ? അപ്പൊ നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്തു വരുന്ന സമയത്ത് ഈ എമൗണ്ട്, അതായത് നമ്മൾ ഓൾറെഡി സാങ്ഷനായി കിട്ടിയ എമൗണ്ടിനേക്കാൾ ഗ്രേറ്റർ ദാൻ 10% ആവുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ കണ്ടീഷൻ ഗ്രേറ്റർ ദാൻ 10% ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യണം. അതുപോലെ ടെക്നിക്കൽ സാങ്ഷൻ കിട്ടിയതിൽ നിന്നുള്ള ആ എമൗണ്ടിനേക്കാൾ 5% കൂടുകയാണ് നമ്മുടെ ഇപ്പോഴത്തെ കോസ്റ്റ് എങ്കിൽ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യണം. പിന്നെ ഒരു കണ്ടീഷനും കൂടിയുണ്ട് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാൻ, മെറ്റീരിയൽ ഡീവിയേഷൻ ഉണ്ടാവുകയാണ്. അങ്ങനെ ഈ 3 കണ്ടീഷൻസ് ആണ് ആക്ച്വലി റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള കാരണം. രണ്ടാമത്തെ സപ്ലിമെന്ററി എസ്റ്റിമേറ്റ് എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വർക്ക് ചെയ്ത സമയത്ത് നമ്മുടെ കണക്കിലില്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ പ്ലാനിലില്ലാത്ത എന്തെങ്കിലും ഒരു സ്ട്രക്ചർ അഡീഷണൽ ആയിട്ട് നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ, ഓക്കെ, മീൻസ് ഇപ്പൊ ഒരു റീറ്റെയിനിങ് വോൾ കിട്ടിയാലേ ബാക്കി പണികൾ നടത്താൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പൊ ആ റീറ്റെയിനിങ് വോളിന് നമ്മൾ എസ്റ്റിമേറ്റ് ഓൾറെഡി ചെയ്തിട്ടില്ല, കാരണം നമ്മുടെ പ്ലാനിൽ ഇല്ലാത്തതാണെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെ അഡീഷണൽ ആയിട്ടുള്ള അങ്ങനെയുള്ള വർക്കുകളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ കോസ്റ്റ് ഡീവിയേറ്റ് ചെയ്യത്തില്ലേ? അപ്പൊ ആ ടൈമിൽ നമ്മൾ ചെയ്യുന്നതാണ് സപ്ലിമെന്ററി. സപ്ലിമെന്റ് എന്ന് വെച്ചാൽ അഡീഷണൽ ആയിട്ടുള്ളതാണ് അല്ലെ? അപ്പൊ അതാണ് സപ്ലിമെന്ററി എസ്റ്റിമേറ്റ്. ഓക്കെ, ഫർദർ ഡെവലപ്മെന്റ്. അപ്പൊ അടുത്തതാണ്, അതായത് നമ്മുടെ വർക്കിന്റെ പ്രോഗ്രസ് നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഡെവലപ്മെന്റ് അവിടെ ഉണ്ടായിരിക്കണം. അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് സപ്ലിമെന്ററി എസ്റ്റിമേറ്റ് ആണ്. അടുത്ത പിന്നെ മറന്നു പോകാൻ പാടില്ല കേട്ടോ. അടുത്തത് വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ് ഒക്കെ ഇനി വരുന്നുണ്ട്, അപ്പോഴത്തെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ ആനുവൽ റിപ്പയർ എസ്റ്റിമേറ്റ് എന്താണ്? നമുക്ക് ആനുവലി റിപ്പയറിനും മെയിൻ്റനൻസിനും ഒക്കെ വേണ്ടിയിട്ട് ഒരു ജസ്റ്റ് നമ്മൾ എസ്റ്റിമേറ്റ് എടുത്ത് വെക്കേണ്ടതാണ് ആനുവൽ റിപ്പയർ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ആൻസർ സപ്ലിമെന്ററി എസ്റ്റിമേറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഹോസ്പിറ്റൽ ബിൽഡിംഗ്സ് ആർ ബിലോങ് ടു വിച്ച് ഗ്രൂപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ? ഗ്രൂപ്പ് സി, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് ഡി, ഗ്രൂപ്പ് എച്ച്. ഒരു ക്യാപിറ്റൽ ഡി ആണ്. ഓക്കെ, ക്യാപിറ്റൽ ഡി. ഗ്രൂപ്പ് സി, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് ഡി, ഗ്രൂപ്പ് എച്ച്. ഏതാണ് ഹോസ്പിറ്റൽ ബിൽഡിംഗ്സ് വരുന്നത്?
ഓക്കെ, ആൻസർ പറഞ്ഞോളൂ. ഓക്കെ, ആൻസർ കറക്റ്റ് അല്ല കേട്ടോ. ഓക്കെ, എല്ലാവരും കമന്റ് ചെയ്യണേ. ഓക്കെ, ആൻസർ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇവിടെ നിങ്ങൾക്ക് നന്നായിട്ട് ഞാൻ ലിസ്റ്റ് ചെയ്തേക്കാം. നോക്കിയേ, ഇത് നമ്മുടെ NBC പ്രകാരമുള്ളതാണ് കണ്ടോ, NBC പ്രകാരം. അപ്പൊ നമ്മൾ ആക്ച്വലി നമ്മുടെ പരീക്ഷയ്ക്ക് എന്തായാലും KMBR ആയിരിക്കും ചോദിക്കുന്നത് നമുക്ക് വിചാരിക്കാം കേട്ടോ. ഇപ്പൊ ഞാൻ NBC പ്രകാരമുള്ളതാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. റെസിഡൻഷ്യൽ, എഡ്യൂക്കേഷണൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ, അസംബ്ലി, ബിസിനസ്, മെർക്കന്റൈൽ, ഇൻഡസ്ട്രിയൽ, സ്റ്റോറേജ്, ഹെസാർഡസ്. ഇങ്ങനെയാണ് നമ്മുടെ ബിൽഡിങ്ങുകളുടെ മീൻസ് ഈ ഒരു ഒക്കുപ്പൻസിയുടെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ പോകുന്നത്. ഓക്കെ, കിഷോർ പറഞ്ഞ ആൻസർ ഓക്കെ കറക്റ്റ് ആണ്. റെസിഡൻഷ്യൽ, എഡ്യൂക്കേഷണൽ അല്ലേ. അപ്പൊ ഇതില് ഈ മീൻസ് റെസിഡൻഷ്യൽ കഴിഞ്ഞിട്ട് എഡ്യൂക്കേഷണൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഉണ്ടല്ലോ. ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറയുന്നത് KMBR വരുമ്പോൾ ആരായിട്ട് മാറും? ഹോസ്പിറ്റലായിട്ട്, ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മെഡിക്കൽ ആയിട്ട് മാറും. പിന്നെ അസംബ്ലി ഒക്കെ കറക്റ്റ് ആണ്. പിന്നെ ബിസിനസ്, അത് നമ്മുടെ KMBR വരുമ്പോൾ അത് ഓഫീസായിട്ട്, ഓഫീസിൽ. പിന്നെ മെർക്കന്റൈല്, പിന്നെ ഇൻഡസ്ട്രിയൽ, സ്റ്റോറേജ്, ഹെസാർഡസ്. ഓക്കെ, പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ KMBR വരുമ്പോ ഇവിടെ J അല്ല, എന്താ വരുന്നത്? I ആണ്. ആര്? ഹെസാർഡസ് വരുന്നത് കേട്ടോ. അങ്ങനത്തെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഹെസാർഡസ് വരുന്നത് I ആയിരിക്കും, I ആണ് വരുന്നത്. KMBR പ്രകാരം H കഴിഞ്ഞ് I ഉണ്ട്, അത് ഓർഡറിലാക്കണം. പക്ഷെ NBC പ്രകാരം ഓർഡറിലല്ല, H കഴിഞ്ഞ് J ആണ് ഹെസാർഡസ്. ആ ഒരു കാര്യം എപ്പോഴും ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഞാനിത് പറയാനപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, രണ്ടും എന്താ പറഞ്ഞത്, ആ ഒരു ഡിഫറൻസ് കൂടി മനസ്സിലാക്കി പഠിക്കുക. D എപ്പോഴും അസംബ്ലി ആയിരിക്കും, അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചെടുക്കുക കേട്ടോ. ഓക്കെ, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ കിഷോർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കോഡിന്റെ കാര്യം. ഇതാണ് അതിന്റെ കോഡ്, REIABMISH അല്ലെ, SH. പിന്നെ ഒരു എമ്മും കൂടെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം, എമ്മും കൂടെ. ഓക്കെ, ഇപ്പൊ റിയാബ് മിഷ് M എന്നാണ് നമ്മൾ ഒരു കോഡ് വേണേൽ പഠിച്ചു വെക്കാൻ പറ്റും ഇങ്ങനെ ഓർഡറിൽ കേട്ടോ. റിയാബ് R എന്ന് പറയുമ്പോൾ റെസിഡൻഷ്യൽ, ഈ എഡ്യൂക്കേഷനിൽ, I ഇൻസ്റ്റിറ്റ്യൂഷണൽ കണ്ടോ. കാരണം നമ്മൾ NBC പ്രകാരമാണ് ഈ കോഡ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. അപ്പം I ഇൻസ്റ്റിറ്റ്യൂഷണൽ, അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷണലിൽ വരുന്നതാണ് ഹോസ്പിറ്റൽ ബിൽഡിങ്സ് എന്ന് ഓർത്തിരിക്കണം. പിന്നെ അസംബ്ലി, ബിസിനസ് തന്നെയാണ്. ഓഫീസ് ബിൽഡിംഗ് എന്ന് ചോദിച്ചാൽ അത് ബിസിനസ് ആണ് കേട്ടോ. ഓക്കെ, പിന്നെ അത് ഓർത്തിരിക്കാൻ വേണമെങ്കിൽ ഓഫീസിന്റെ ലാസ്റ്റ് ഒരു E ഇല്ലേ, അതപ്പോ നമ്മുടെ ഗ്രൂപ്പ് E ആണെന്നുള്ളത് ഓർത്തിരിക്കും. പിന്നെ മിഷ് ഒക്കെ കറക്റ്റ് തന്നെ. പിന്നെ M എന്താണെന്നറിയാമോ? മൾട്ടി കോംപ്ലക്സ് ആണ്. അത് KMBR പ്രകാരമാണ് ലാസ്റ്റ് ഒരു M വരുന്നത്. ആ മൾട്ടി കോംപ്ലക്സ് J ആയിട്ടായിരിക്കും എടുക്കുന്നത് കേട്ടോ. KMBR പ്രകാരം ലാസ്റ്റ് വൺ J എന്ന് പറയുന്നത് മൾട്ടി കോംപ്ലക്സ് ബിൽഡിംഗ് ആണ്. ഓക്കെ, ആ ഒരു കാര്യം കൂടി ഓർത്തിരിക്കും. അപ്പൊ ആൻസർ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ളത് മെഡിക്കൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ബിൽഡിങ്സ് വരുന്നത് ഗ്രൂപ്പ് C ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഒരു മീൻസ് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാൻ ഇത്രയും പറഞ്ഞത്. ഓക്കെ, എന്തെങ്കിലും ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ കൺഫ്യൂഷൻ ആയെങ്കിലോ കമന്റ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ ഇതാ ഇവിടെ ടൈപ്സ് ഓഫ് കൺസ്ട്രക്ഷൻ ബേസ് ചെയ്തിട്ട് ഫയർ റെസിസ്റ്റൻസിന് ഒരു 4 ടൈപ്പ് ബിൽഡിങ്സും കൂടി ഉണ്ട് കേട്ടോ. അതും കൂടെ ഒന്ന് ഓർത്തിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ റെസിഡൻഷ്യൽ ബിൽഡിങ്സ് ദ ലൈവബിൾ ഏരിയ ഷുഡ് ബി ഡാഷ് ഓഫ് ദി പ്ലിന്ത് ഏരിയ. ഇതൊക്കെ യൂഷ്വൽ ക്വസ്റ്റ്യൻസ് ആണ്. ഫോർ റെസിഡൻഷ്യൽ ബിൽഡിങ്സ് ദ ലൈവബിൾ ഏരിയ ഷുഡ് ബി ഡാഷ് ഓഫ് ദി പ്ലിന്ത് ഏരിയ. 20 to 30%, 35 to 50%, 5 to 10%, 50 to 65%. കമന്റ് ചെയ്തോളൂ. ഓക്കെ, ആൻസർ കറക്റ്റ്. ഇതിൽ ഒരു 60 to 75% തന്നിട്ടില്ല അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റും. സോ ആദ്യം നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് രണ്ട് പോയിന്റുകളാണ് മെയിനായിട്ട് പഠിച്ചു വെക്കേണ്ടത്. ഉണ്ടോ? ഒന്ന്, കാർപ്പറ്റ് ഏരിയ ഓഫ് ആൻ ഓഫീസ് ബിൽഡിംഗ്. ഞാൻ ഇവിടെ ബോൾഡിൽ കൊടുത്തിട്ടുണ്ട്. ഓഫീസ് ബിൽഡിങ്ങിന്റെ കാർപ്പറ്റ് ഏരിയ 60 to 70%. ഓക്കെ, 60 to 70 അല്ല, 60 to 75%. റെസിഡൻഷ്യൽ ബിൽഡിംഗ് വരുമ്പോൾ 50 to 65% ആണ് വരുന്നത് കേട്ടോ. പിന്നെ പല ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ നിമിയിലൊക്കെ 60 to 70 എന്നാണ് കൊടുത്തേക്കുന്നത്. ആക്ച്വലി 60 to 75% ആണ് കേട്ടോ. പിന്നെ വരുന്നത് കാർപ്പറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? യൂസബിൾ ഏരിയ, ലൈവബിൾ ഏരിയ, ലെറ്റബിൾ ഏരിയ എന്നൊക്കെ നമ്മൾ പറയുന്ന ടൈപ്പ് ഏരിയ ആണെന്ന് വെച്ചാൽ നമുക്ക് എവിടെയൊക്കെ ഒരു ബിൽഡിങ്ങിൽ കാർപ്പറ്റ് ഇടാൻ പറ്റുമോ ആ ഏരിയനെ വിളിക്കുന്നവരാണ് കാർപ്പറ്റ് ഏരിയ. ഓക്കെ, പിന്നെ ഇൻ ഫ്രെയിംഡ് മൾട്ടി സ്റ്റോറിഡ് ബിൽഡിംഗ് ഏരിയ ഒക്കുപ്പൈഡ് ബൈ വോൾ ഈസ് 5% to 10% ഓഫ് ദി പ്ലിന്ത് ഏരിയ. ഇതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കൂ കേട്ടോ, ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ നിമിയിലുള്ള പോയിന്റുകളാണ്. ഒരു ഫ്രെയിംഡ് മൾട്ടി സ്റ്റോറിഡ് ബിൽഡിംഗിൽ വോൾ ഒക്കുപ്പൈ ചെയ്യുന്ന ഏരിയ 5 to 10% ആണ് പ്ലിന്ത് ഏരിയയുടെ. പിന്നെ ഫോർ ഓർഡിനറി ബിൽഡിംഗ് വിത്തൗട്ട് ഫ്രെയിം ഏരിയ ഒക്കുപ്പൈഡ് വോൾ എന്ന് പറയുന്നത് 10 to 15% ആയിരിക്കും. ഓക്കെ, നമ്മുടെ ആൻസർ ഏതാണ്? 50 to 65%. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
The scrap value of a building may be about dash of its total cost of construction. Scrap value എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ? സ്ക്രാപ്പിന്റെ വാല്യൂ അല്ലെ? ഡിസ്മാൻഡലിങ്ങിന് ശേഷമുള്ള വാല്യൂ. അപ്പൊ അത് ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷന്റെ എത്ര പെർസെന്റേജ് ആണ്? ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. 1%, 5%, 10% ആൻഡ് 20%. ഓക്കെ, സ്ക്രാപ്പ് വാല്യൂ ഓഫ് എ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഓക്കെ 5% അല്ല കേട്ടോ. എല്ലാവരും 5% ആണ് കമന്റ് ചെയ്തേക്കുന്നത്. 10% ആണ്. 10% കേട്ടോ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്തേക്കുക. അതെ, 10% ആണ്. ഓക്കെ, കറക്റ്റ്. ഒരാൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. 10% ആണ് സ്ക്രാപ്പ് വാല്യൂ. അടുത്ത ക്വസ്റ്റ്യൻ, ദി കോസ്റ്റ് ഓഫ് ചാർജ് when the engineering department takes up the work of other department is called. Contingencies, work charge establishment, percentage charges, lump sum. ഓക്കെ, എന്താണ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ടേക്സ് അപ് ടു ദ വർക്ക് ഓഫ് അതർ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ വർക്ക് എടുത്ത് ചെയ്യുമ്പോഴുള്ള ആ ഒരു കോസ്റ്റ് ഓഫ് ചാർജ് വിളിക്കുന്ന പേരെന്താണ്? ഓക്കെ ഓക്കെ, കുറെ പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ആൻസർ പറയാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഓക്കെ, മെയിനായിട്ട് നമ്മുടെ ഓരോന്നായിട്ട് ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ കണ്ടിൻജൻസീസ് അല്ലെ? കണ്ടിൻജൻസീസ് എന്താ? അൺഎക്സ്പെക്ടഡ് എക്സ്പെൻഡിച്ചറിനെ വിളിക്കുന്ന പേരാണ് കണ്ടിൻജൻസീസ് എന്ന് പറയുന്നത്. അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചേഴ്സ്. ഓക്കെ, അതായത് മിസലേനിയസ് ഐറ്റത്തിന്റെ അൺഎക്സ്പെക്ടഡ് എക്സ്പെൻഡിച്ചറിനെയാണ് കണ്ടിൻജൻസീസ് എന്ന് നമ്മൾ പറയുന്നത്. അത് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിന്റെ കേസ് ആണെങ്കിൽ 3 to 5% ആയിരിക്കും. അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റിന്റെ കേസ് ആണെങ്കിൽ 5 to 10% ആയിരിക്കും. ഓക്കെ ഓക്കെ, കിഷോർ ആൻസർ പറഞ്ഞാൽ കറക്റ്റ് ആണ്. അടുത്തത് വർക്ക് ചാർട്ട് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ് വർക്ക് ചാർട്ട് എസ്റ്റാബ്ലിഷ്മെന്റ്? അതായത് നമ്മളിപ്പോ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് സാലറീസ് ഓഫ് ചൗക്കീദാർസ് ഉണ്ട്, സ്കിൽഡ് സൂപ്പർവൈസേഴ്സ് ഉണ്ട്, വാച്ച്മാൻ കാണും അല്ലെ? അങ്ങനെയുള്ള ആളുകളുടെ ടെമ്പററി ആയിട്ട് നമ്മൾ മീൻസ് കൊടുക്കേണ്ട, ടെമ്പററി ആയിട്ട് നിൽക്കുന്ന ആളുകളുടെയൊക്കെ ആ ഒരു സാലറി ഒക്കെ വരുന്ന അതാണ് വർക്ക് ചാർട്ട് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ സെന്റേജ് ചാർജ് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളിതാ ഈ ക്വസ്റ്റ്യനിലുള്ള സെയിം സെന്റൻസ് ആണത്. എന്ന് വെച്ചാൽ എന്താണ്? എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ വർക്കുകൾ എടുത്ത് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട കോസ്റ്റ് ആണ് സെന്റേജ് ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ പെർസെന്റേജും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. 10 to 15% കേട്ടോ. അത്രയാണ് ടോട്ടൽ കോസ്റ്റിന്. 10 to 15% ആയിരിക്കും സെന്റേജ് ചാർജ്. അതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. പിന്നെ ലംസം എന്താണെന്ന് അറിയാലോ അല്ലെ? ഐറ്റംസ് അതർ ദാൻ സിവിൽ എഞ്ചിനീയറിംഗ് ഐറ്റംസ്, അതാണ് ലംസം. അപ്പൊ നമ്മുടെ ആൻസർ സി, സെന്റേജ് ചാർജ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഫോർ ബ്രിക്ക് വർക്ക് ഇൻ സിമെന്റ് മോർട്ടാർ in foundation and plinth by an average artisan per day. എന്നോട് പറയാം, ഈ അപ്രോക്സിമേറ്റ്. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് നല്ലപോലെ വായിച്ചാലേ അത് മനസ്സിലാവുകയുള്ളൂ കേട്ടോ. ഒരു കാൽക്കുലേഷൻ ഒന്നുമല്ല. സോ ദി അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഫോർ ബ്രിക്ക് വർക്ക് ഇൻ സിമെന്റ് മോർട്ടാർ ഇൻ ഫൗണ്ടേഷൻ ആൻഡ് പ്ലിന്ത് ബൈ ആൻ ആവറേജ് ആർട്ടിഷൻ പെർ ഡേ. (1.5 meter cube, 1.25 meter cube, 1.85 meter cube, 1.54 meter cube. ഓക്കെ, ആൻസർ കറക്റ്റ് അല്ല കേട്ടോ. ചെയ്തവരുടെ ആൻസർ കുറച്ച് മിസ്റ്റേക്ക് ആണ്. ഞാൻ ജസ്റ്റ് ടേബിൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ ബ്ലാക്കിലാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഇതാ ടൈപ്പ് ഓഫ് വർക്കും ആക്ച്വലി ഇതാ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഒരു ആർട്ടിഷൻ ഒരു ഡേയിൽ ചെയ്യുന്ന ആവറേജ് വർക്കിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഔട്ട് ടേൺ എന്നാണ് നമ്മൾ പറയുന്നത്. ഔട്ട് ടേൺ. ഓക്കെ, ഓരോ വർക്കിനും സെപ്പറേറ്റ് ഔട്ട് ടേൺ ആയിരിക്കും. ആ ഔട്ട് ടേൺ ആണ് ആക്ച്വലി ചോദിച്ചിരിക്കുന്നത്. ബ്രിക്ക് വർക്ക് ഇൻ ഫൗണ്ടേഷന്റെ ഔട്ട് ടേൺ എത്ര? ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, അപ്പം ഓക്കെ, ഓരോന്നിന്റെയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഇപ്പൊ ഞാൻ കംപ്ലീറ്റ് വായിക്കുന്നില്ല. അപ്പൊ ഓരോന്നിന്റെയും ഉണ്ട്. അപ്പൊ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോയാൽ നല്ലതായിരിക്കും കേട്ടോ. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് വേണ്ട എന്താണ്? ബ്രിക്ക് വർക്ക് ഇൻ ഫൗണ്ടേഷൻ ആണ് കൊടുത്തിട്ടുണ്ട് പേര്. അപ്പൊ 1.25 മീറ്റർ ക്യൂബ് ആണ് ബ്രിക്ക് വർക്ക് ഇൻ ഫൗണ്ടേഷൻ. ഇത് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവുക. കോഡ് പ്രകാരമുള്ള വാല്യൂസ് ആണ് കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ ഇത് പഠിക്കാൻ അത്യാവശ്യം നമുക്കൊന്ന് നമ്മുടെ ഒരു മീൻസ് ലോജിക്ക് വെച്ചിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. എർത്ത് വർക്ക് എക്സ്കവേഷൻ ഓർഡിനറി സോയിൽ ആണെങ്കിൽ കുറെ കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റും. 3 മീറ്റർ ക്യൂബ്
ഒരു ഹാർഡ് സോയിൽ ആകുമ്പോൾ 3 മീറ്റർ ക്യൂബ് വരെ നമുക്ക് അത്ര ഒരു ദിവസം തീരത്തില്ല അല്ലേ. അപ്പൊ 2 മീറ്റർ ക്യൂബ്. റോക്ക് ആണെങ്കിലോ 1 മീറ്റർ ക്യൂബ്. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിൽ പഠിച്ചു വെച്ചാൽ വളരെ എളുപ്പമാണ്. പിന്നെ 1 മീറ്റർ ക്യൂബ് വാല്യൂ കുറച്ച് ഉള്ളത് കൊണ്ട് അതും പഠിക്കാൻ എളുപ്പമായി കേട്ടോ. അപ്പൊ അങ്ങനെ പറ്റുന്നത് പോലെ നോക്കുക. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ബി ആണ്, 1.25 മീറ്റർ ക്യൂബ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദി പ്ലിന്ത് ഏരിയ ഓഫ് എ ബിൽഡിംഗ്? ഒരു ബിൽഡിംഗിന്റെ പ്ലിന്ത് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഏതാണ്? കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. ആണോ, എല്ലാവർക്കും ബ്രേക്ക് ആവുന്നുണ്ടോ സൗണ്ട്? ഓക്കെ, ഇനി ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ മതി കേട്ടോ. ഇപ്പൊ ഓക്കെ അല്ലേ കിഷോറെ? ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. Which of the following is included in the plinth area of a building? ഒരു ബിൽഡിംഗിന്റെ പ്ലിന്ത് ഏരിയയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് കമ്പോണൻസ് ആണ്? കോർട്ട്യാർഡ്, ബാൽക്കണീസ്, ഓപ്പൺ ഏരിയ, ബാത്റൂംസ്. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് ഡി, ബാത്റൂംസ് ആണ് അല്ലെ. ബാത്റൂം എന്തായാലും നമ്മുടെ ആ പ്ലിന്ത് ഏരിയയിൽ വരുന്നതാണ്. കാരണം നമുക്കറിയാവുന്നതാണ് സൈഡിൽ വരുന്ന ഓരോരോ കാര്യങ്ങൾ, അതായത് എക്സ്ട്രാ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ആ പ്ലിന്തിന് പുറത്തേക്ക് വരുന്ന കാര്യങ്ങളൊന്നും അതിൽ വരാൻ സാധ്യതയില്ല. സോ ഓക്കെ, ഡി കറക്റ്റ് ആണ്, എ അല്ല കേട്ടോ. ഡി എം, ബാത്റൂംസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയ ഓഫ് എ ബിൽഡിംഗ് മേ ബി ഡാഷ് ഓഫ് ഇറ്റ്സ് പ്ലിന്ത് ഏരിയ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. പിന്നെ ഒരു കാര്യമുണ്ട്, വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയയും ഹൊറിസോണ്ടലും കൂടെ തിരിഞ്ഞു പോകാൻ പാടില്ല. വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയ ഓഫ് എ ബിൽഡിംഗിന്റെ പെർസെന്റേജ് എത്രയാണ്? ടോട്ടൽ പ്ലിന്ത് ഏരിയയുടെ എത്ര ശതമാനം? 45%, 10 to 15%, 20%, 20 to 30%. ഓക്കെ, ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ ഓക്കെ, എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ഓപ്ഷൻ എ ആണ് സർക്കുലേഷൻ ഏരിയ, വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയ അല്ലെ. കുറച്ച് ഡേറ്റകൾ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഇസ് ദ ഫ്ലോർ ഏരിയ ഓഫ് വരാന്ത, പാസേജ്, കോറിഡോർ. അതായത് മൂവ്മെന്റിന് സഹായിക്കുന്ന എല്ലാ ടൈപ്പ് ഓഫ് ഏരിയാസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സർക്കുലേഷൻ ഏരിയ. അതിൽ ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ എന്ന് പറയുന്നത് 10 to 15% ആണ്. ആൻഡ് വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയ 4 to 5% ആയിരിക്കും കേട്ടോ. ഇത് ഗ്രേറ്റർ ദാൻ ഒന്നും ഇല്ല കേട്ടോ. ഓക്കെ, ഇങ്ങനെയാണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, net annual letting value of a property obtained after deducting the amount of yearly repairs from gross income is what? മിക്കവാറും തിരിഞ്ഞു പോകുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. കാരണം നമ്മുടെ വാല്യുവേഷനിൽ തന്നെ കുറെ ടേമുകൾ പഠിക്കാനുണ്ട്. ഓക്കെ, നമ്മുടെ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാറ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ പറയുന്നുണ്ട് വാല്യുവേഷന്റെ ക്ലാസ്സിൽ കേട്ടോ. ഓക്കെ, net annual letting value of a property obtained after deducting the amount of yearly repairs from gross income is what? ഇയർലി റിപ്പയർസിന് ഗ്രോസ് ഇൻകത്തിൽ നിന്നും കുറച്ചു കഴിഞ്ഞാൽ എന്തുമാണ് കിട്ടുന്നത്? സാൽവേജ് വാല്യൂ, ആനുവിറ്റി, ഇയേഴ്സ് പർച്ചേസ്, റേറ്റബിൾ വാല്യൂ. ഓക്കെ, എല്ലാവരും ആൻസർ റോങ് ആണ് കമന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇല്ല, ഇപ്പോഴും എല്ലാവരും ആൻസർ റോങ് ആണ്. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ റേറ്റബിൾ വാല്യൂ ആണ് കേട്ടോ. റേറ്റബിൾ വാല്യൂ ആണ് കറക്റ്റ്. അതാണ് നെറ്റ് ആനുവൽ ലെറ്റിംഗ് വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി. ഇത് ആ എക്സാമിന് ചോദിച്ചപ്പോഴും മിക്കവാറും എല്ലാവർക്കും നെഗറ്റീവ് ആയിരുന്നു. ഓക്കെ, ലെറ്റിംഗ് വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ ഡിഡക്ടിംഗ് ദി എമൗണ്ട് ഓഫ് ഇയർലി റിപ്പയർസ് ഫ്രം ഗ്രോസ് ഇൻകം. ഓക്കെ, ഞാൻ എല്ലാത്തിന്റെയും ഡെഫിനിഷൻസ് ഈ ഒരു പേജിൽ കൊടുത്തിട്ടുണ്ട്. സ്ക്രാപ്പ് വാല്യൂവിനെ വിളിക്കുന്ന മറ്റൊരു പേര്, മറ്റു പേരുകളൊക്കെ ഓർക്കണം കേട്ടോ. ജങ്ക് വാല്യൂ എന്നൊക്കെ ചോദിക്കാൻ. സ്ക്രാപ്പ് വാല്യൂ, ജങ്ക് വാല്യൂ, ഡിമോളിഷൻ വാല്യൂ. ഡിസ്മാന്റിൽഡ് മെറ്റീരിയൽസിന്റെ വാല്യൂ ആണ് നമ്മൾ ഓൾറെഡി 10% എന്ന് പറഞ്ഞായിരുന്നല്ലോ അല്ലെ. അടുത്തത് സാൽവേജ് വാല്യൂ എന്ന് വെച്ചാൽ ഡിസ്മാന്റിലിങ്ങിന് മുന്നേ, അതായത് കംപ്ലീറ്റ് അതിന്റെ ഉപയോഗം എല്ലാം കഴിഞ്ഞു, ഉപയോഗശൂന്യമായി, അപ്പോഴുള്ള വാല്യൂ ആണ് സാൽവേജ് വാല്യൂ. അടുത്ത ഇയേഴ്സ് പർച്ചേസ്, ക്യാപിറ്റൽ സം റിക്വയർഡ് ടു ബി ഇൻവെസ്റ്റഡ് ഇൻ ഓർഡർ ടു റിസീവ് ആൻ ആനുവിറ്റി ഓഫ് 1 rupee. അതായത് 1 രൂപ ആനുവിറ്റി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ക്യാപിറ്റൽ സമ്മിനെ വിളിക്കുന്ന പേരാണ് ഇയേഴ്സ് പർച്ചേസ്. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ പറയുന്നുണ്ട്. എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ആനുവിറ്റി എന്ന് പറയുന്നത് ആനുവൽ പീരിയോഡിക് പേയ്മെന്റ് ഫോർ റീപേയ്മെന്റ് ഓഫ് എ ക്യാപിറ്റൽ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ എ പാർട്ടി. അതായത് ഇപ്പൊ നമ്മുടെ പെൻഷൻ ഒക്കെ ഉണ്ടല്ലോ, ഓരോ ടൈമിൽ നമ്മളിങ്ങനെ അതിൽ നിന്ന് നമ്മുടെ സാലറി നിന്ന് വലിച്ച് ലാസ്റ്റ് നമുക്കൊരു എമൗണ്ട് കിട്ടുമല്ലോ, അതുപോലെ എന്നാണ്. അതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, അതാണ് ആനുവിറ്റി. ദെൻ അടുത്തത് റേറ്റബിൾ വാല്യൂ, നെറ്റ് ആനുവൽ ലെറ്റിംഗ് വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി വിച്ച് ഇസ് ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ ഡിഡക്ടിംഗ് എമൗണ്ട് ഓഫ് ഇയർലി റിപ്പയർസ് ഫ്രം ദി ഗ്രോസ്.
ആൻസർ വരുന്നത് ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ ഫയർ റെസിസ്റ്റന്റ് കൺസ്ട്രക്ഷൻ ദ മിനിമം തിക്നെസ് ഓഫ് ടിംബർ ഡോർ ലീഫ് ഷുഡ് ബി. ഇതൊക്കെ നമ്മുടെ മാർക്ക് പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ കോഡിന്റെ അകത്ത് നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം സെക്കൻഡ് ഗ്രേഡ് ആയാലും തേർഡ് ഗ്രേഡ് ആയാലും കോഡിൽ നിന്നും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം കേട്ടോ. ഫോർ ഫയർ റെസിസ്റ്റന്റ് കൺസ്ട്രക്ഷൻ ദ മിനിമം തിക്നെസ് ഓഫ് ടിംബർ ഡോർ ലീഫ് ഷുഡ് ബി. ടിംബറിന്റെ ഡോർ ലീഫിന്റെ മിനിമം തിക്നെസ് എത്രയാണ് ഫയർ റെസിസ്റ്റന്റ് ആവണമെങ്കിൽ? ടിംബർ ആണ് കേട്ടോ. 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ, 1 സെന്റിമീറ്റർ. ഓക്കെ, കിഷോർ ആൻസർ കറക്റ്റ് ആണല്ലോ. ഓക്കെ, ഏത് കോഡാണെന്ന് കൂടി ജസ്റ്റ് ഞാൻ മെൻഷൻ ചെയ്തേക്കാം. IS 3614 പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2 ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്നും നിങ്ങൾ കോഡൊന്നും ആരും വായിച്ചു നോക്കില്ല എന്നറിയാം. ആൻസർ വരുന്നത് 4 സെന്റിമീറ്റർ. ഓക്കെ, കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഏരിയ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദി കാർപ്പറ്റ് ഏരിയ ഓഫ് എ ബിൽഡിംഗ്? ഒരു ബിൽഡിംഗിന്റെ കാർപ്പറ്റ് ഏരിയയിൽ, ഇതും സിമ്പിൾ ആണ്. സ്റ്റോർ, കിച്ചൺ, ഡൈനിങ്, സ്റ്റെയർ കേസ്. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും ഏതാണെന്നല്ലേ. കാർപ്പറ്റ് ഏരിയയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ്. ഓക്കെ, എല്ലാരും കമന്റ് ചെയ്യണേ. ആൻസർ കിഷോർ പറഞ്ഞ കറക്റ്റ് ആണ്, ഡൈനിങ് ആണ്. കാണുമ്പോഴേ അറിയാലോ അല്ലെ. ഈ സ്റ്റോറും കിച്ചണും സ്റ്റെയർ കേസും ഒന്നും കാർപ്പറ്റ് ഏരിയയിൽ ഇല്ല. നിങ്ങൾ ഈ കിച്ചൺ ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുകയേ ചെയ്യരുത് കേട്ടോ. കിച്ചൺ ഒന്നും ഒരിക്കലും, ഈ കിച്ചൺ അതായത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് കാർപ്പറ്റ് ഏരിയയിൽ വരാത്തതെന്ന് പറഞ്ഞിട്ട് മീൻസ് 2023 നടന്ന എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് 3-ലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഈ കിച്ചൺ വരുന്ന ആൻസർ ക്വസ്റ്റ്യൻ കേട്ടോ. നമ്മൾ എഴുതരുത്. സോ നിങ്ങൾ ആലോചിച്ച് നോക്കാം, നമ്മൾ യൂഷ്വൽ ആയിട്ട് ഒരു സാധാ വീടുകളിൽ ഓക്കെ കാർപ്പറ്റ് ഇടാത്ത സ്ഥലങ്ങൾ അല്ലെങ്കിൽ കാർപ്പറ്റ് ഇടുന്ന സ്ഥലങ്ങൾ, അതൊന്നും ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഇടും. കിച്ചണിലൊക്കെ നമ്മൾ കാർപ്പറ്റ് ഇടുമോ? ഇല്ല. മീൻസ് നമുക്കറിയാം എപ്പോഴും നനവ് വരുന്ന സ്ഥലങ്ങളാണ് അല്ലേ. അപ്പം ആക്ച്വലി ഡൈനിങ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഡയമെൻഷൻ ദാറ്റ് ഇസ് എസെൻഷ്യൽ ടു ദി ഫംഗ്ഷൻ ഓഫ് ദി പീസ് ഓർ സ്പേസ് ഇസ് നോൺ ആസ്. എ ഡയമെൻഷൻ ദാറ്റ് ഇസ് എസെൻഷ്യൽ ടു ദ ഫംഗ്ഷൻ ഓഫ് ദി പീസ് ഓർ സ്പേസ് ഇസ് നോൺ ആസ്. Direct dimension, functional dimension, fundamental dimension, essential dimension. A dimension that is essential to the function of the piece or space. Question പോലെ തന്നെയാണ് പേര്. ആൻസർ വരുന്നത് ഫങ്ഷണൽ ഡയമെൻഷൻ. ഓക്കെ, ഫങ്ഷണൽ ഡയമെൻഷൻ ആണ് ആൻസർ. അതായത് ജസ്റ്റ് ഫങ്ഷൻ മീൻസ് ഒരു ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ ഇപ്പം ഇങ്ങനത്തെ ഷേപ്പിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കുക. സോറി, ഇങ്ങനെ ഇരിക്കുന്നതാണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടെ വരെ നമ്മൾ കാണിക്കുന്ന ഡയമെൻഷൻ ഫങ്ഷണൽ ഡയമെൻഷൻ ആയിരിക്കും. പക്ഷേ ഇവിടുന്ന് ഇവിടെ വരെ കാണിക്കുന്ന ചിലപ്പോൾ നോൺ ഫങ്ഷണൽ ആയിരിക്കും. പറഞ്ഞ മനസ്സിലായി? എന്ന് വെച്ചാൽ ഈ ഫങ്ഷണൽ എന്ന് വെച്ചാൽ മൊത്തം രൂപം, അതിന്റെ മൊത്തം. ഇതിപ്പോ ഏതെങ്കിലും ഒരു പാർട്ട് എടുത്ത് കാണിക്കുകയാണെങ്കിൽ നോൺ ഫങ്ഷണൽ കേട്ടോ. ഇതൊക്കെ നമ്മുടെ ആക്ച്വലി അരിത്തമെറ്റിക് ഡ്രോയിങ് ഒക്കെ പഠിക്കുമ്പോൾ മീൻസ് ആ ഒരു എക്സാമിന്റെ ഒക്കെ സിലബസിലൊക്കെ കുറെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും ഡ്രോയിങ്. അപ്പൊ ആ ഒരു സിലബസിലൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഫങ്ഷണൽ ഡയമെൻഷൻ ആണ് ആൻസർ വരുന്നത്. ഞാൻ ജസ്റ്റ് 3 ടൈപ്പ് ഓഫ് ഡയമെൻഷൻസ് ആണുള്ളത്. നമ്മൾ ജനറൽ ആയിട്ട് പറയുവാണെങ്കിൽ ഫങ്ഷണലും നോൺ ഫങ്ഷണലും ഓക്സിലറി അല്ലെങ്കിൽ റെഫറൻസ് ഡയമെൻഷൻസും കേട്ടോ. ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ തരാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് റെഫറൻസ് ഡയമെൻഷൻ എന്ന്. ഓക്കെ, മീൻസ് ഇപ്പം നമ്മൾ പറയത്തില്ലേ ഒരു റേഡിയസ് അല്ലെങ്കിൽ ഡയമീറ്റർ 5 എന്ന് പറഞ്ഞിട്ട് 80 ഇങ്ങനെയൊക്കെ വരത്തില്ലേ, അതാണ് നമ്മുടെ ഓക്സിലറി ഡയമെൻഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ. ഓക്കെ, എല്ലാ ദിവസവും ഇല്ല, എല്ലാ വീക്കും കാണും കേട്ടോ ലൈവ് ക്ലാസ്. ഈ ഒരാഴ്ച കഴിഞ്ഞ ആഴ്ച നമ്മൾ നടത്താത്തത് കാരണം തന്നെ ഈ ആഴ്ച ഒരു ലൈവ് ക്ലാസ്സും കൂടി കാണുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ ഡയമെൻഷൻ ഗിവൺ ഫോർ ഇൻഫോർമേഷൻ പർപ്പസസ് ഓൺലി ഈസ് നോട്ട്. എ ഡയമെൻഷൻ ഗിവൺ ഫോർ ഇൻഫോർമേഷൻ പർപ്പസ് ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ് അല്ലേ. ഇൻഫോർമേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡയമെൻഷൻ ഏതാണ്? ഇൻഫോർമേഷണൽ ഡയമെൻഷൻ, ഫണ്ടമെന്റൽ ഡയമെൻഷൻ, ഓക്സിലറി ഡയമെൻഷൻ. ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ ഏതാണെന്ന്. ഓക്സിലറി ഡയമെൻഷൻ ആണ് ഇൻഫോർമേഷന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഓക്സിലറി ഡയമെൻഷൻ ഇൻഫോർമേഷണൽ അല്ല, ഓക്സിലറി ഡയമെൻഷൻ ആണ് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് എ മെത്തേഡ് ഓഫ് ഡയമെൻഷനിങ് ഫ്രം എ കോമൺ ഫീച്ചർ. ഇതൊക്കെ എല്ലാവരും പഠിക്കുന്നതാണ് അല്ലേ. നമ്മൾ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഡയമെൻഷൻ പഠിക്കുമ്പോൾ ഇതെല്ലാം പഠിക്കാറുള്ളതാണ്. പക്ഷെ പഠിക്കാത്തതാണ് ഇത് കേട്ടോ. അതുകൊണ്ട് പഠിക്കാത്ത കാര്യങ്ങളും കൂടി പഠിക്കുക. അപ്പൊ നമുക്ക് ആക്ച്വലി ഇതൊക്കെ ആയിരിക്കും റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് എ മെത്തേഡ് ഓഫ് ഡയമെൻഷനിങ് ഫ്രം എ കോമൺ ഫീച്ചർ?
Parallel dimensioning, chain dimensioning, coordinate dimensioning, feature dimensioning. Okay, answer ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. Parabola is commonly defined as the locus of a point that moves so that its distance from focus is equal to. Parabola is commonly defined as the locus of a point that moves so that its distance from focus is equal to. ഒന്നാമത്തെ ഓപ്ഷൻ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം, ഇറ്റ്സ് ഡിസ്റ്റൻസ് ഫ്രം വെർട്ടെക്സ്, ഇറ്റ്സ് ഡിസ്റ്റൻസ് ഫ്രം ഡയറക്ട്രിക്സ്, ഇറ്റ്സ് ഡിസ്റ്റൻസ് ഫ്രം സെന്റർ ഓഫ് കർവേച്ചർ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് ഒന്നും ആർക്കും അങ്ങനെ അറിയാൻ സാധ്യത കുറവാണ്. കാരണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ നമ്മൾ യൂഷ്വലി എലിപ്സ് വെച്ചിട്ടുള്ള ഇക്വേഷൻ ക്വസ്റ്റ്യൻസ് ആണ് കാണാറുള്ളത് അല്ലേ. അപ്പൊ ആൻസർ പറയാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ആൻസർ ഒന്നുകൂടെ ചെക്ക് ചെയ്യുക. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇറ്റ്സ് ഡിസ്റ്റൻസ് ഫ്രം ഡയറക്ട്രിക്സ് ആണ് കേട്ടോ. ഡയറക്ട്രിക്സിൽ നിന്നുള്ള ഡിസ്റ്റൻസും അതുപോലെ തന്നെ ഫോക്കസിൽ നിന്നുള്ള ഡിസ്റ്റൻസും ആണ് കേട്ടോ. അപ്പോൾ parabola is commonly defined as a locus of a point that moves so that its distance from focus is equal to its distance from directrix ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Okay, next question. An ellipse can be regenerated using the following method. ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് എലിപ്സിനെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്? ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ഓപ്ഷൻ ഇന്റർസെക്ഷൻ ഓഫ് എ കോൺ ആൻഡ് എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ആക്സിസ്, ലോക്കസ് ഓഫ് എ പോയിന്റ് സച്ച് ദാറ്റ് സം ഓഫ് ഇറ്റ്സ് ഡിസ്റ്റൻസ് ഫ്രം 2 foci is constant, then rotating a circle about its diameter. ഇന്റർസെക്ഷൻ ഓഫ് 2 perpendicular lines. ഏതാണ് കറക്റ്റ്? ഓക്കെ, നമ്മൾ ആകെ എലിപ്സിനെ ഒറ്റ ഫീച്ചറേ പഠിക്കുന്നുള്ളൂ. സോ അത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏതാന്ന് പറഞ്ഞോളൂ. ഓക്കെ, എലിപ്സിനെ നമ്മൾ ജനറേറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു പ്രിൻസിപ്പിൾ പോലെ നമ്മളൊരു റൂള് പോലെ പറഞ്ഞ് പഠിക്കുന്നതാണ്. ഓക്കെ, ആൻസർ വരുന്നത് ബി ആണ്. ലോക്കസ് ഓഫ് എ പോയിന്റ് സച്ച് ദാറ്റ് സം ഓഫ് ഇറ്റ്സ്, ഓക്കെ അല്ല കേട്ടോ, ഇന്റർസെക്ഷൻ അല്ല. ഓക്കെ, ഇന്റർസെക്ഷൻ അല്ല. ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഏതാ വരുന്നത്? സർക്കിളാ വരുന്നത് കേട്ടോ. പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് എന്ന് വരുമ്പോൾ ഇന്റർസെക്ഷൻ ഓഫ് എ കോൺ ആൻഡ് എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ആക്സിസ് എന്ന് വരുമ്പോൾ അത് ആക്ച്വലി ഒരു സർക്കിൾ ആണ്. കട്ടിംഗ് പ്ലെയിനിൽ വരുന്ന സർക്കിൾ ആണ്. അത് പെർപെൻഡിക്കുലർ അല്ലാതെ ചരിഞ്ഞ് വരുമ്പോൾ നമുക്ക് എലിപ്സിനെ കിട്ടും കേട്ടോ. അതുണ്ട്, പക്ഷെ ആ ഒരു ഓപ്ഷൻ ഇതിലില്ല. അപ്പൊ ലോക്കസ് ഓഫ് എ പോയിന്റ് സച്ച് ദാറ്റ് സം ഓഫ് ഇറ്റ്സ് ഡിസ്റ്റൻസസ് ഫ്രം 2 foci is constant. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത പേജിൽ ഞാനൊരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഫിഗറിൽ കണ്ടില്ലേ, നമ്മൾ ഫോക്കസ് 2 ഫോക്കസ് ആണല്ലേ ഒരു എലിപ്സിനുള്ളത്. അപ്പൊ നമ്മൾ ഈ എലിപ്സിന്റെ ചുറ്റിനുമുള്ള ഏതെങ്കിലും ഒരു പോയിന്റും 2 ഫോക്കസും കൂടി നമ്മൾ ജസ്റ്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിന്റും നമ്മുടെ ഒരു പോയിന്റ് പി, ഓക്കെ, അതും ഫോക്കസും തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോക്കസിൽ നിന്നും പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് പ്ലസ് അടുത്ത ഫോക്കസിൽ നിന്നും പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇസ് ഓൾവേസ് എ കോൺസ്റ്റന്റ് ആണ്. ആൻഡ് ആ കോൺസ്റ്റന്റ് വാല്യൂ വിൽ ബി ഇറ്റ്സ് മേജർ ആക്സിസ്. ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതാണ് നമ്മുടെ എലിപ്സിന്റെ ഒരു നിയമം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. A point lies in the second quadrant. Which of the following is correct regarding its projections? ഒരു പോയിന്റ് സെക്കൻഡ് ക്വാഡ്രന്റിലാണെന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഓക്കെ, ബേസ്ഡ് ഓൺ പ്രൊജക്ഷൻസ് എന്താണ്? ബോത്ത് ദ ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ വിൽ ലൈ എബോവ് ദി റെഫറൻസ് ലൈൻ. The front view will be above the reference line and top view will be below it. ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പ്രൊജക്ഷൻസിലെ അല്ലെ. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിലെ ഫസ്റ്റ് ക്വാഡ്രന്റിലും മുതൽ 4th ക്വാഡ്രന്റ് വരുന്ന കാര്യങ്ങൾ. മൂന്നാമത്തെ ഓപ്ഷൻ ഫ്രണ്ട് വ്യൂ വിൽ ബി ബിലോ ദി റെഫറൻസ് ലൈൻ ആൻഡ് ടോപ്പ് വിൽ ബി above it.
then both the front view and top view will lie below the reference line. ഇതാണ് നമ്മുടെ ഓപ്ഷൻസ്. സോ ആൻസർ കറക്റ്റ് ആയിട്ടുള്ളത് പറയാം. സെക്കൻഡ് ക്വാഡ്രന്റിലാവുമ്പോൾ, ഫസ്റ്റ് ക്വാഡ്രന്റിലും തേർഡ് ക്വാഡ്രന്റിലും ആകുമ്പോഴാണ് റെഫറൻസ് ലൈനിന് മുകളിലും താഴെയുമായിട്ട് പ്ലാൻ എലിവേഷനും വരുന്നത്. ഓക്കെ, സെക്കൻഡ് ക്വാഡ്രന്റിലും ഫോർത്ത് ക്വാഡ്രന്റിലും ആണെങ്കിൽ റെഫറൻസ് ലൈനിലെ മുകളിലോ താഴെയോ ആയിരിക്കും രണ്ടും വരുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഏതാണ് ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുള്ളത്? ഓക്കെ ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഈ ഒരു രീതിയിലാണ് വരുന്നത്. കണ്ടോ, നമ്മുടെ ക്വാഡ്രൻസിന്റെയും അതുപോലെ തന്നെ ഓരോ പൊസിഷൻസും ആണ് ആക്ച്വലി ഞാൻ പറഞ്ഞേക്കുന്നത് ഈ ഒരു ഫിഗറിൽ. ഓക്കെ, അപ്പൊ ആൻസർ കറക്റ്റ് ആയിട്ട് വരുന്നത് എ ആണ്. ബോത്ത് ഫ്രണ്ട് ആൻഡ് ടോപ്പ് വ്യൂ വിൽ ലൈ അബവ് ദി റെഫറൻസ് ലൈൻ. റെഫറൻസ് ലൈനിന് മുകളിലായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ക്വാഡ്രന്റ് കാണുന്നതല്ല, നമ്മൾ ഒരു പോയിന്റ് നിൽക്കുമ്പോൾ നമ്മളറിയാലോ നിങ്ങൾക്ക്, ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നമ്മൾ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഏത് പ്ലെയിനിലാണ് നമ്മുടെ ആ ഒരു പോയിന്റിന്റെ പ്രൊജക്ഷൻസ് വരുന്നതെന്നാണ് കേട്ടോ. രണ്ടും വരുന്നത് അബവ് ദി റെഫറൻസ് ലൈൻ ആയിരിക്കും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which among the following is not a characteristic of isometric projection? ഒരു 4 സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. അത് ഏതാണ് ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത്? പ്രൊജക്ഷൻ പ്ലെയിൻ is parallel to one of the principal plane. Projected object is foreshortened equally in all three directions. Displays at least 3 sides of the object. Distorts shape of the object. ഓരോ സെന്റൻസുകളും വായിച്ചു നോക്കുക. അതിനുശേഷം ഏതാണ് ഐസോമെട്രിക് പ്രൊജക്ഷന്റെ ക്യാരക്ടർ അല്ലാത്തത്? ഓക്കെ, പ്രൊജക്ഷൻ പ്ലെയിൻ ഈസ് പാരലൽ ടു വൺ ഓഫ് ഇറ്റ്സ് പ്രിൻസിപ്പൽ പ്ലെയിൻസ്. ഒരിക്കലും നമുക്ക് അങ്ങനെ പറയാം. നമുക്ക് ജസ്റ്റ് അങ്ങനെ ഒരു പാരലൽ പ്രൊജക്ടേഴ്സ് ഒന്നും വരച്ചിട്ടല്ലോ ആക്ച്വലി ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കുന്നത്. മീൻസ് ആ ഒരു രീതിയിലല്ല, ഒരു ഒബ്ജക്റ്റിൽ നിന്ന് പ്രൊജക്ട് ചെയ്ത് വരയ്ക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ. അപ്പൊ പാരലൽ ടു വൺ ഓഫ് ദി പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്ത് നോക്കിയേ, പ്രൊജക്റ്റഡ് ഒബ്ജക്റ്റ് ഈസ് ഫോർഷോർട്ടൻഡ് ഈക്വലി ഇൻ ഓൾ 3 ഡയറക്ഷൻസ്. അതെ, എല്ലാ 3 ഡയറക്ഷൻസിലും നമ്മൾ എന്താണ് ചെറുതാക്കിയാണ് വരയ്ക്കുന്നത്. സോ എല്ലാത്തിലും ഈക്വലി നമ്മൾ ചെറുതാക്കി വരയ്ക്കുന്നു അല്ല. ഐസോമെട്രിക് പ്രൊജക്ഷൻ നമുക്ക് കിട്ടുന്ന ട്രൂ ഡയമെൻഷൻസ് ആണോ? അല്ല, ചെറുതാക്കിയ ഡയമെൻഷൻസ് ആണ്. അത് എല്ലാ ഡയറക്ഷൻസിലും ഒരുപോലെ നമ്മൾ ചെറുതാക്കുന്നു. എത്ര ശതമാനം? 82%. അതും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. 82% ആണ്. അടുത്തത് ഡിസ്പ്ലേസ് അറ്റ്ലീസ്റ്റ് 3 സൈഡ്സ് ഓഫ് ദി ഒബ്ജക്ട്. അതെ, ഒരു ഒബ്ജക്ട് 30 ഡിഗ്രി ഇൻക്ലിനേഷനിൽ ഇരിക്കുന്ന വ്യൂ ആണ് ഐസോമെട്രിക് പ്രൊജക്ഷൻ. അപ്പൊ അതിൽ നമുക്ക് 3 സൈഡ്സും കാണാൻ പറ്റും അല്ലെ. എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും ഇസഡ് ഡയറക്ഷനിലും ഉള്ള ഫേസുകൾ കാണാൻ പറ്റും. ദെൻ ഡിസ്റ്റോർട്ട് ഷേപ്പ് ഓഫ് ദി ഒബ്ജക്ട്. അതെ, ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റോർട്ടഡ് ഷേപ്പ് ആണ്. ഇപ്പം സർക്കിൾ ആണെങ്കിൽ എലിപ്സ് ആയിരിക്കും ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. സോ ആൻസർ വരുന്ന ഏതാണ്? ഒന്നാമത്തത് തെറ്റാണ് അല്ലെ. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 1 ഓൺലി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ സെന്റർ ഓഫ് പ്രൊജക്ഷൻ ഇസ് അറ്റ് ഫൈനൈറ്റ് ഡിസ്റ്റൻസ് ഫ്രം പ്രൊജക്ഷൻ പ്ലെയിൻ, then it is called. സെന്റർ ഓഫ് പ്രൊജക്ഷൻ ഈസ് അറ്റ് ഫൈനൈറ്റ് ഡിസ്റ്റൻസ് ഫ്രം പ്രൊജക്ഷൻ പ്ലെയിൻ. പ്രൊജക്ഷൻ പ്ലെയിനിൽ നിന്നും ഫൈനൈറ്റ് ഡിസ്റ്റൻസിലാണ് സെന്റർ ഓഫ് പ്രൊജക്ഷൻ എങ്കിൽ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ, പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ, ഐസോമെട്രിക് പ്രൊജക്ഷൻ, ഒബ്ലിക് പ്രൊജക്ഷൻ. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് കേട്ടോ. പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഓട്ടോകാഡിൽ നിന്നാണ്. വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് എക്സ് റെഫറൻസ് കമാൻഡ് ഇൻ, എക്സ് റെഫറൻസ് എന്നല്ല, എക്സ്റ്റേണൽ റെഫറൻസ്, XREF കമാൻഡ് ഇൻ ഓട്ടോകാഡ്, പെർട്ടിക്കുലർലി ഫോർ ലാർജ് സ്കെയിൽ സിവിൽ എഞ്ചിനീയറിംഗ് പ്രോജക്ട്സ്. XREF എന്ന് പറയുന്ന ആ ഒരു കമാൻഡ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു ഇമ്പോർട്ട് GIS ഡേറ്റ ഫോർ ടെറൈൻ മോഡലിംഗ്, to attach and manage external drawings without embedding them into the current file, to export the current drawing into external format, to align multiple layers for structural analysis. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്.
ഓക്കെ, അറിയാവുന്നവർക്ക് കമന്റ് ചെയ്യും. ഇപ്പൊ നമ്മുടെ ഓട്ടോ ക്യാഡിൽ കണ്ടുവരുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ, ഒരു രീതി എന്ന് പറഞ്ഞാൽ, നമ്മൾ കേട്ട് കേൾവി പോലും ഇല്ലാത്ത കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഓട്ടോ ക്യാഡിൽ അല്ലെ. മെയിനായിട്ട് 3D ഒക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട്, 3D ഡ്രോയിങ്ങിന്റെ കാര്യങ്ങളൊക്കെ. ഓക്കെ, ആൻസർ കറക്റ്റ് ആണ്, ബി ആണ് ആൻസർ. ടു അറ്റാച്ച് ആൻഡ് മാനേജ് എക്സ്റ്റേണൽ ഡ്രോയിങ്സ് വിത്തൗട്ട് എംബഡിങ് ദം ഇൻ ടു കറണ്ട് ഫയൽ ആണ്. അതായത് ഇത്രയേ ഉള്ളൂ അതിന്റെ മീനിങ്. നമ്മളിപ്പോൾ ഒരു ഡ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഡ്രോയിങ്ങിനെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സ്റെഫ് ആണ് കേട്ടോ. ഓക്കെ, അതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In AutoCAD, what does the term UCS stand for and why is its importance? UCS എന്താന്ന് മാത്രമല്ല, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും കൂടി ചോദിച്ചിട്ടുണ്ട്. സോ ഒന്നാമത്തെ ഓപ്ഷൻ യൂണിഫോം കോർഡിനേറ്റ് സിസ്റ്റം ടു സ്റ്റാൻഡേർഡൈസ് യൂണിറ്റ്സ്, യൂണിവേഴ്സൽ കോർഡിനേറ്റ് സിസ്റ്റം ഫോർ ഗ്ലോബൽ റെഫറൻസിംഗ്, യൂസർ കോർഡിനേറ്റ് സിസ്റ്റം ടു ഡിഫൈൻ കസ്റ്റം വർക്ക് ലൈൻസ്, യൂണിഫൈഡ് കോർഡിനേറ്റ് സിസ്റ്റം ടു മെർജ് മൾട്ടിപ്പിൾ മോഡൽസ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസും വലിയ കുഴപ്പിക്കുന്ന ഓപ്ഷൻസ് അല്ല. സോ ആൻസർ പറയാൻ പറ്റും. എന്താണ് UCS? UCS ഉം WCS ഉം ഒക്കെ പഠിച്ചു വെക്കുക, അതൊക്കെ ചോദിക്കാറുണ്ട്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഓക്കെ, ആൻസർ വരുന്നത് സി ആണ്, യൂസർ കോർഡിനേറ്റ് സിസ്റ്റം ടു ഡിഫൈൻ കസ്റ്റം വർക്ക് ലൈൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ. Read the following statements regarding how the array command benefit 2D drafting in AutoCAD and choose the correct statement among them. അതായത് അറേയുടെ പ്രത്യേകതകളാണ് ആക്ച്വലി കേട്ടോ. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ക്രിയേറ്റ്സ് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ആൻ ഒബ്ജക്ട് ഇൻ എ സ്പെസിഫൈഡ് പാത്ത്, ഇറ്റ് ക്രിയേറ്റ്സ് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ആൻ ഒബ്ജക്ട് ഇൻ സർക്കുലർ ഓർ പോളാർ പാറ്റേൺ, ഇറ്റ് ക്രിയേറ്റ്സ് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ആൻ ഒബ്ജക്ട് ഇൻ എ റെക്ടാങ്കുലർ പാറ്റേൺ. ഓക്കെ, 3 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് അല്ലെങ്കിൽ ഏതെല്ലാമാണ് കറക്റ്റ് നോക്കിയിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, കറക്റ്റ് ആണ് ആൻസർ. എല്ലാ ഓപ്ഷൻസും ശരിയാണ് അല്ലേ. എല്ലാ മൾട്ടിപ്പിൾ കോപ്പീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് ഓപ്ഷൻ വരുന്നത്, ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which AutoCAD command allows you to create a dashed line for a 2D drawing? ഒരു 2D ഡ്രോയിങ്ങിൽ ഡാഷ്ഡ് ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന AutoCAD കമാൻഡ് ഏതാണ്? ലൈൻ, ലെയർ, പി ലൈൻ, ഓഫ്സെറ്റ്. ഓക്കെ, രണ്ടുപേര് രണ്ട് ഡിഫറെന്റ് ആൻസേഴ്സ് ആണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ലൈൻ എന്ന് കണ്ടിട്ട് ഡാഷ്ഡ് ലൈൻ എന്ന് കണ്ട് ലൈൻ എന്ന് എഴുതരുത്. ആക്ച്വലി ലൈൻ അല്ല കേട്ടോ, ലെയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു എക്സാം എഴുതിയപ്പോഴും കുറെ പേർക്ക് തെറ്റിയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്ക് ഡിസ്കഷനിൽ വരുമ്പോൾ അറിയാമല്ലോ അത്. സോ ആൻസർ വരുന്നത് ബി ആണ്, ലെയർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. How does the annotative property enhances text and dimensions in 2D drawings? How does the annotative property enhance text and dimensions in 2D drawings? ഒന്നാമത്തത്, it enables objects to display. പറഞ്ഞോ കിഷോറെ. ഹലോ.
കിഷോർ എന്താണ് എന്തെങ്കിലും പറയാനുണ്ടോ? ലൈൻ എന്തിനെല്ലാം ഏതെല്ലാം ലൈൻസ് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണോ, അതോ ഇപ്പൊ കണ്ടിന്യൂസ് ലൈൻ, കണ്ടിന്യൂസ് തിൻ ലൈൻ അതൊക്കെയാണോ പറഞ്ഞ ഉദ്ദേശിച്ചത്? ഓക്കെ, ലെയർ ആണ് ആൻസർ. അതെ, ലെയർ ആണ് ആൻസർ. ആൻസർ ലെയർ ആണ് കേട്ടോ, ലൈൻ അല്ല, ലെയർ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അത് തെറ്റിപ്പോകരുതെന്നാണ് പറഞ്ഞത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ ഡസ് ദി അന്നോട്ടേറ്റീവ് പ്രോപ്പർട്ടി എൻഹാൻസ് ടെക്സ്റ്റ് ആൻഡ് ഡയമെൻഷൻസ് ഇൻ 2D drawings? It enables objects to display consistently across multiple scales and viewports. It converts text into polylines for better compatibility. It locks the text and dimensions to a fixed size regardless of scaling. It aligns text and dimensions based on the use case. Annotative എന്ന് പറയുന്ന പ്രോപ്പർട്ടി എന്താണ്? ഓക്കെ, എങ്ങനെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതെ, ലെയറിനുള്ളിലാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. അതെ. ഓക്കെ, ഇതിന്റെ ആൻസർ ഒന്ന് പറയുമോ? അപ്പൊ 32ാമത്തെ ക്വസ്റ്റ്യനിൽ ലെയർ ആണ് ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. കാരണം അത് ലൈനും ലെയറും കുറെ പേരൊക്കെ മീൻസ് അങ്ങനെ പലർക്കും ഡൗട്ട് ആയിരുന്നു ആ ഒരു ടൈമിൽ. പക്ഷെ അത് റിപ്പോർട്ട് അടിച്ചിട്ടും ആ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയി പോയിട്ടില്ലായിരുന്നു കേട്ടോ. ലെയർ ആയിരുന്നു ആ ഒരു എക്സാമിന് PSCയുടെ ആൻസർ വന്നത്. ഓക്കെ, ഡാഷ് ലൈനിന്റെ കേസ്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ അന്നോട്ടേറ്റീവ് പ്രോപ്പർട്ടി. എന്താണ് ഈ അന്നോട്ടേറ്റീവ് എന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞേക്കാം. എന്താന്ന് വെച്ചാല് ഇപ്പം നമ്മൾ ഇതിപ്പോ ഒരു ഡ്രോയിങ്ങിനെ നമ്മൾ പല രീതിയിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും അല്ലേ? പല സ്കെയിലിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഒരു ഡ്രോയിങ്ങിനെ തന്നെ നമ്മൾ പല സ്കെയിലിൽ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നമുക്കറിയാം ഡ്രോയിങ് മാത്രമല്ല ഉള്ളത്, അതിനകത്ത് ഡയമെൻഷൻസ് ഉണ്ട്, ലെറ്റേഴ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്, ടെക്സ്റ്റുകളുണ്ട് അല്ലേ? അപ്പൊ ഈ ഒരു ഡയമെൻഷൻസിനെയും ടെക്സ്റ്റിനെയും എല്ലാം തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക ഓട്ടോമാറ്റിക്കലി. നമ്മൾ ഏത് സ്കെയിലിലാണോ ഡ്രോയിങ് സെറ്റ് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് ആ ടെക്സ്റ്റും ഡയമെൻഷൻസും എല്ലാം അഡ്ജസ്റ്റഡ് ആവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അന്നോട്ടേറ്റീവ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? നമ്മളിപ്പോൾ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുന്നു ആൻഡ് അത് നമുക്ക് ഏത് സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്താലും നമുക്ക് അതിന് കറസ്പോണ്ടിങ് ടെക്സ്റ്റും ഡയമെൻഷൻസും എല്ലാം ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അന്നോട്ടേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആൻസർ വരുന്നത് എന്താണ്? എ ആണ് കേട്ടോ. ഇറ്റ് എനേബിൾസ് ഒബ്ജക്ട്സ് ടു ഡിസ്പ്ലേ കൺസിസ്റ്റന്റ്ലി അക്രോസ് മൾട്ടിപ്പിൾ സ്കെയിൽസ് ആൻഡ് വ്യൂ പോർട്സ്. അടുത്ത ക്വസ്റ്റ്യൻ. അതെ, എ കറക്റ്റ് ആണ് കേട്ടോ. എ ആൻസർ ചെയ്തതെല്ലാം കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. What is the size of A3 sheet in mm as per Indian Standard Institution? ISIയുടെ സ്പെസിഫിക്കേഷൻ പ്രകാരം A3 ഷീറ്റിന്റെ സൈസ് എത്രയാണ്? ഓക്കെ, ഇതൊക്കെ നമ്മുടെ ഡ്രോയിങ്ങിന്റെ ക്ലാസ്സുകളിലൊക്കെ ഇതൊക്കെ ഒരുപാട് തവണ കഴിഞ്ഞ ഡിസ്കഷനിലും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, ഓപ്ഷൻസ് നോക്കുക, അതിനുശേഷം പറയാൻ ശ്രമിക്കുക. A3 ആണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന A1-ലല്ല A0-ലാണ് കേട്ടോ. നിങ്ങൾ ആകെ ആദ്യത്തെ A0 മാത്രം ജസ്റ്റ് പഠിച്ചു വെക്കേണ്ട ആവശ്യമേ ഉള്ളൂ. A1, A2, A3, A4 ഒക്കെ എങ്ങനെ വരുന്നതെന്നുള്ളത് കറക്റ്റ് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. എഴുതി നോക്കിയാൽ നമുക്ക് കിട്ടും. ഓക്കെ, ആൻസർ പറഞ്ഞ കറക്റ്റ് ആണ്. നെക്സ്റ്റ് പേജിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിന്റെ ജസ്റ്റ് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഡി അല്ല കേട്ടോ, ബി ആണ് ആൻസർ. 420/297 ആണ് ആൻസർ വരുന്നത്. 420/297. ഈ ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട് ട്രിംഡ് സൈസും അൺട്രിംഡ് സൈസും. ട്രിംഡ് സൈസ് ആണ് എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളത്, പക്ഷേ അൺട്രിംഡ് സൈസും
ഇടയ്ക്ക് ഒരു വട്ടം എക്സാമിന് ചോദിച്ചതാണ് കേട്ടോ. ട്രിംഡ് സൈസിൽ നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കേണ്ടത് ആ A0 ആണ്. A0 841/1189 എന്ന് കാണാതെ അങ്ങ് പഠിച്ചു വെക്കുക. അതിന് തൊട്ട് താഴത്ത് വരുന്നത് കണ്ടോ, രണ്ടാമത്തെ ഡയമെൻഷൻ ഒന്നാമത്തതിന്റെ ഫസ്റ്റ് സെയിം തന്നെയാണ്, 841 തന്നെയാണ്, റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നു. പക്ഷെ അതിന്റെ കൂടെ വന്ന ഡയമെൻഷന്റെ പ്രത്യേകത എന്താ? A0യുടെ 1189ന്റെ പകുതിയാണ് 594. ഓക്കെ, എല്ലാം അതുപോലെ തന്നെ പഠിക്കുക. A2 വരുമ്പോ എന്താ, 594 റിപ്പീറ്റ് ചെയ്ത് വന്നു. 420 എങ്ങനെ കിട്ടും? 841ന്റെ പകുതി ഏകദേശം അല്ലെ, 420. അടുത്ത A0 വരുമ്പോ A3 വരുമ്പോ 420 അതുപോലെ തന്നെ വേണം, എന്നുവെച്ചാൽ സംഖ്യ അതുപോലെ തന്നെ വേണം. 594ന്റെ പകുതി 297. ഓക്കെ, അടുത്ത A4 വരുമ്പോ 297 വീണ്ടും റിപ്പീറ്റ്, ദെൻ 420ന്റെ പകുതി 210. ആ രീതിയിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റും. ആകെ പഠിക്കേണ്ടത് A0 മാത്രമാണ്. A0 പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി താഴോട്ട് A5 വരെയുള്ളത് തനിയെ എഴുതാൻ പറ്റും കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. ഇത് എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. പിന്നെ അൺട്രിംഡ് സൈസ് എന്ന് വെച്ചാൽ A0 ഉണ്ട് 880/1230, ഏകദേശം 40 ആഡ് ചെയ്യുക, ഏകദേശം കേട്ടോ. A0 ട്രിംഡ് സൈസിന്റെ കൂടെ ഏകദേശം 40 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണത് കേട്ടോ. A0യുടെ കൂടെ A0 ട്രിംഡ് സൈസിന്റെ കൂടെ 40 വീതം ആഡ് ചെയ്തേ 881 എന്നല്ലേ കിട്ടുന്നത്. സോ അതിന് നമ്മൾ 880 എന്ന് എഴുതി. അതുപോലെ 1189ന്റെ കൂടെ 40 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1229 എന്നാണ് കിട്ടുന്നത്. അതും അപ്രോക്സിമേറ്റ് ചെയ്തു. അടുത്തത് അടുത്ത A1 വരുമ്പോഴും അത് A1 A2 A3 എല്ലാം 30 വീതം ആഡ് ചെയ്യുക. ഓക്കെ, ആ ഒരു രീതിയിൽ ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് ഒരു ഓർമ്മ അല്ലെങ്കിൽ ഒരു ലോജിക്ക് വെച്ചിട്ടൊക്കെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഏകദേശം 30 വീതം ആഡ് ചെയ്താൽ മതി. ഓക്കെ, ലാസ്റ്റത്തെ കൂടെ ഒരു 25 ആഡ് ചെയ്യുക A5ന്റെ കൂടെ, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ A0യുടെ കൂടെ ഒരു 40 ആഡ് ചെയ്താൽ അൺട്രിംഡ് സൈസ് കിട്ടും. A1 A2 A3 A4ന്റെ കൂടെ ഒരു 30 വീതം ഒന്ന് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് നോക്കുക. ലാസ്റ്റത്തിനോട് ഒരു 25 ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. ഓക്കെ, 25. ഓക്കെ, 25 അല്ലെങ്കിൽ 20 അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ ആൻസർ വന്നത് ഏതായിരുന്നു? 34ന്റെ ആൻസർ വന്നത് B ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ഫസ്റ്റ് ആംഗിൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ, ഒന്നാമത്തെ ഓപ്ഷൻ ഒബ്ജക്റ്റ് ഈസ് ബിലോ ദി ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് ബിഹൈൻഡ് ദി വെർട്ടിക്കൽ പ്ലെയിൻ. B, object is below the horizontal plane and in front of the vertical plane. Option C, object is above the horizontal plane and behind the vertical plane. D, elevation is drawn above the plan. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആണ്, കാരണം ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് ആ ഒരു ക്വാഡ്രൻസ് മാത്രം വരച്ചാൽ മതി. 35ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ പറയൂ. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ കൂടിയാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ആക്കണ്ട അല്ലേ. ഓക്കെ, കറക്റ്റ് ആണ് അല്ലെ. ഹൊറിസോണ്ടൽ പ്ലെയിനിന് മുകളിലും വെർട്ടിക്കൽ പ്ലെയിനിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വേണം കേട്ടോ. എല്ലാം വായിച്ചു നോക്കുക, അതിനുശേഷം ആൻസർ ചെയ്യുക. ഒബ്ജക്റ്റ് ഈസ് ബിലോ ദി ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഹൊറിസോണ്ടൽ പ്ലെയിന് താഴെയാണോ ഒബ്ജക്റ്റ്? അല്ല. അടുത്തത് ഒബ്ജക്റ്റ് ഈസ് ബിലോ ദി ഹൊറിസോണ്ടൽ, അപ്പൊ എയും ബിയും അല്ല. നെക്സ്റ്റ് ഒബ്ജക്റ്റ് ഈസ് എബോവ് ദി ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്, പക്ഷെ ബിഹൈൻഡ് ദി വെർട്ടിക്കൽ പ്ലെയിൻ ആണോ? ആൻസർ ചെയ്തത് സി ആണെന്ന് തോന്നുന്നു എല്ലാവരും അല്ലേ. ഓക്കെ, സി ആണ് എല്ലാവരും ആൻസർ ചെയ്തേക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒബ്ജക്റ്റ് ഹൊറിസോണ്ടൽ പ്ലെയിനിന്റെ മുകളിലാണ്, പക്ഷെ ബിഹൈൻഡ് ദി വെർട്ടിക്കൽ പ്ലെയിൻ ആണോ? ഇൻ ഫ്രണ്ട് ഓഫ് വെർട്ടിക്കൽ പ്ലെയിൻ അല്ലേ. അപ്പൊ ആ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയേ, അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല. ഓപ്ഷൻ സി പറയുന്നത് ബിഹൈൻഡ് ദി വെർട്ടിക്കൽ പ്ലെയിൻ എന്നാണ്, പക്ഷെ നമ്മുടെ എലിവേഷൻ വരുന്നത് എബോവ് ദി പ്ലാൻ അല്ലേ. അല്ലേ, നമ്മൾ സാധാ നിങ്ങൾ ബിൽഡിംഗ് ഡ്രോയിങ് ഒക്കെ വരച്ചിട്ടുണ്ടായിരിക്കും, നമ്മൾ പ്ലാൻ വരച്ചിട്ട് മുകളിലല്ലേ എലിവേഷൻ വരയ്ക്കുന്നത്, അതല്ലേ നമ്മുടെ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ അല്ലേ. അപ്പൊ ഓപ്ഷൻ വരുന്നത് ഡി ആണ്. അപ്പൊ ഇതുപോലാണ് നമുക്കെല്ലാം തെറ്റിപ്പോണത് കേട്ടോ. പെട്ടെന്ന് എബോവ് ദി ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് കാണുമ്പോൾ നമ്മൾ തർപ്പിച്ച് വെക്കും, തെറ്റിപ്പോവും കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എലിവേഷൻ ഇസ് ഡ്രോൺ എബോവ് ദി പ്ലാൻ. അടുത്ത ക്വസ്റ്റ്യൻ. In orthographic projection, if a line is parallel to the vertical plane and inclined to the horizontal plane, its top view will be. ലൈനിന്റെ കാര്യമാണ്, നമ്മൾ ഓൾറെഡി പോയിന്റിന്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു അല്ലേ, ലൈനിന്റെ കാര്യം. ഓക്കെ, in an orthographic projection, if a line is parallel to the vertical plane and inclined to the horizontal plane, its top view will be. A line of smaller dimension, a line of larger dimension, same size, front view shows the true length.
ഓക്കെ, ഡി ആൻസർ തെറ്റാണ് കേട്ടോ. ആൻസർ കറക്റ്റ് വരത്തില്ല. എന്താണെന്നുള്ളത് ഞാനിപ്പോ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, എല്ലാവരും കമന്റ് ചെയ്യണേ. ഓക്കെ, ആൻസർ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എ ആണ്. അതെ, എ ആണ് കറക്റ്റ്. എ ലൈൻ ഓഫ് സ്മോളർ ഡയമെൻഷൻ ആയിരിക്കും. ഓക്കെ, എപ്പോഴും ഓർക്കുക എ ലൈൻ ഓഫ് സ്മോളർ ഡയമെൻഷൻ ആയിരിക്കും കറക്റ്റ് കേട്ടോ. എപ്പോഴും ഓർക്കുക, ഒരു ലൈൻ ഒരു പ്ലെയിനിന് പാരലൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. പാരലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ ലെങ്ത് ആയിരിക്കും പ്രൊജക്ഷൻ കേട്ടോ. എവിടെയെങ്കിലും കുറിച്ച് വെക്കുന്നെങ്കിൽ വെച്ചോളാം. പാരലൽ ആണെന്ന് പറഞ്ഞാൽ ആ ഒരു ട്രൂ ലെങ്ത് ആയിരിക്കും നമ്മുടെ കറക്റ്റ്. ഏത് പ്ലെയിൻ ആണോ പാരലൽ, ആ പ്ലെയിനിൽ കിട്ടുന്ന പ്രൊജക്ഷൻ ട്രൂ ലെങ്ത് ആയിരിക്കും. ഓക്കെ, ഇനി വേറൊരു പ്ലെയിൻ ഉണ്ടല്ലോ അല്ലെ, മറ്റ് മീൻസ് ഒരു സാധനം മീൻസ് ഒരു ലൈന് രണ്ട് പ്രൊജക്ഷൻസ് ആണല്ലോ ഉള്ളത് അല്ലെ. അപ്പൊ ഏത് പ്ലെയിൻ ആണോ പാരലൽ ആയിട്ട് വരുന്നത്, ആ പ്ലെയിനിന് പ്രൊജക്ഷൻ കറക്റ്റ് പാരലൽ ആയിരിക്കും, മീൻസ് ട്രൂ ലെങ്ത് ആയിരിക്കും കിട്ടുന്നത്. ഇനി വേറൊരു പ്ലെയിൻ ഉണ്ടല്ലോ, ആ പ്ലെയിനിൽ വരുന്ന പ്രൊജക്ഷൻ എന്ന് പറയുന്നതും പാരലൽ തന്നെയായിരിക്കും. എന്തിന് പാരലൽ എന്ന് വെച്ചാൽ റഫറൻസ് ലൈന് പാരലൽ ആയിരിക്കും. ഓക്കെ, റഫറൻസ് ലൈന് പാരലൽ ആയിട്ട് കിട്ടും. എന്നുവെച്ചാൽ രണ്ട് പ്ലെയിനിലും പാരലൽ ആയിട്ട് രണ്ട് പ്രൊജക്ഷൻസും പാരലൽ ആയിരിക്കും. ഇനി അടുത്തത്, ഒരു ലൈൻ ഒരു പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണെന്ന് വിചാരിക്കും, അങ്ങനെയും ചോദിക്കാം. രണ്ടാമത്തെ കേസ് ആണത്. ഓക്കെ, നെക്സ്റ്റ് പേജിൽ ഞാൻ കൊടുത്തിട്ടുണ്ടത്. ഒരു ലൈൻ പെർപെൻഡിക്കുലർ ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കേസ് ആണ് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഒരു പ്ലെയിന് പെർപെൻഡിക്കുലർ ആണ് ഒരു ലൈൻ എന്നുണ്ടെങ്കിൽ ഏത് പ്ലെയിൻ ആണോ പെർപെൻഡിക്കുലർ, ആ പ്ലെയിനിൽ കിട്ടുന്ന പ്രൊജക്ഷൻ ഒരു പോയിന്റ് മാത്രമായിരിക്കും. ഓക്കെ, ആൻഡ് അടുത്ത പ്രൊജക്ഷനോ മറ്റേതെന്ന് പറഞ്ഞാൽ ട്രൂ ലെങ്ത് ആയിരിക്കും, പക്ഷേ പെർപെൻഡിക്കുലർ ടു ദി റഫറൻസ് ലൈനും ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത പേജിൽ നെക്സ്റ്റ് മൂന്നാമത്തെ കേസ് കൊടുത്തിട്ടുണ്ട്. വെൻ എ ലൈൻ ഈസ് കണ്ടൈൻഡ് ബൈ എ പ്ലെയിൻ, ഒരു പ്ലെയിനിൽ കിടക്കുവാണെന്ന് വിചാരിക്കുക ഒരു ലൈൻ. അങ്ങനാണെങ്കിൽ എന്താ, ഒരിടത്ത് കിടക്കുവാണെന്നുണ്ടെങ്കിൽ എന്താ, ഇപ്പൊ നമ്മുടെ ഒരു ഫോട്ടോ എടുക്കുവാണ്, ഫോട്ടോഗ്രാഫ് സൈസ്. ഓക്കെ, ഫോട്ടോഗ്രാഫ് മീൻസ് എന്താണ്, നമ്മുടെ ഒരു ഫോട്ടോ എടുക്കുന്നു. ഓക്കെ, ഒരു സ്റ്റാമ്പ് സൈസോ അങ്ങനെ ഒരു ഫോട്ടോ നമ്മൾ ആ ഒരു പ്ലെയിനിൽ കിടക്കുന്നതായിട്ടല്ലേ ഫീൽ ചെയ്യുന്നത് അല്ലെ, മീൻസ് ആ പ്ലെയിനിൽ ഇരിക്കുന്നു അല്ലെ. അപ്പൊ അതുപോലെ നമ്മളൊരു പ്ലെയിനിലാണ് ആ ഒരു ലൈൻ കിടക്കുന്നതെങ്കിൽ അതിന്റെ ട്രൂ ലെങ്ത് തന്നെയായിരിക്കും. പക്ഷെ മറ്റേ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് റഫറൻസ് ലൈനിലായിരിക്കും കേട്ടോ. അടുത്ത നാലാമത്തതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താണ്, വെൻ എ ലൈൻ ഈസ് ഇൻക്ലൈൻഡ് ടു വൺ പ്ലെയിൻ ആൻഡ് പാരലൽ ടു അതർ പ്ലെയിൻ. ഏത് പ്ലെയിൻ ആണോ ഇൻക്ലൈൻഡ് ആയിട്ടുള്ളത്, ഒരിക്കലും ഇൻക്ലൈൻഡ് ആയിട്ട് നിൽക്കുകയാണ് ഒരു ഇത്. ഓക്കെ, നമ്മൾ വെട്ടം അടിക്കാന്ന് വിചാരിക്കുക. നമ്മളൊരു എന്തെങ്കിലും ഒരു സാധനം ഇൻക്ലൈൻഡ് ആയിട്ടാണ് നമ്മൾ വെട്ടം അടിക്കുന്നതെങ്കിൽ കറക്റ്റ് കിട്ടുമോ നമുക്ക് ഷേപ്പ്? ഇല്ല, ഡിസ്റ്റോർട്ടഡ് ആയിട്ടേ കിട്ടുള്ളൂ. ഇൻക്ലൈൻഡ് ആയിട്ട് നിൽക്കുന്നതിൻ്റെ ഡിസ്റ്റോർട്ടഡ് ആയിട്ട് മീൻസ് നമുക്ക് കുറഞ്ഞ ഷോർട്ട് ആയിട്ടേ കിട്ടുള്ളൂ അതിന്റെ ആ ഒരു പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും ഓർക്കുക, ഒന്നും ഇതിപ്പം എല്ലാം പഠിക്കാൻ ബുദ്ധിമുട്ടാന്ന് വിചാരിക്കുക, ഇത്രയും മാത്രം പഠിക്കുക. ഒരു പ്ലെയിനിന് പാരലൽ ആയിട്ട് വന്നാൽ ട്രൂ ലെങ്ത്, പെർപെൻഡിക്കുലർ ആയിട്ട് വന്നാൽ ആ പ്ലെയിനിൽ പോയിന്റ് ആയിരിക്കും. ഇൻക്ലൈൻഡ് ആയിട്ട് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ട്രൂ ലെങ്ത് കിട്ടത്തില്ല കേട്ടോ. ഇൻക്ലൈൻഡ് ആണെങ്കിൽ ചെറിയ ലെങ്ത് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ ഏതാ വരുന്നത്? ആൻസർ വരുന്നത് എ ആണ്. എ ലൈൻ ഓഫ് സ്മോളർ ഡയമെൻഷൻ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇൻക്ലൈൻഡ് ആണെന്ന് പറഞ്ഞാൽ ഒന്നും നോക്കണ്ട, സ്മോളർ ഡയമെൻഷൻ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following conics has an eccentricity of unity? ഒന്ന്, യൂണിറ്റി മീൻസ് 1 ആണ് അല്ലേ. 1 എന്ന് പറയുന്ന സംഖ്യ എക്സെൻട്രിസിറ്റി ആയിട്ട് വരുന്ന കോണിക് ഏതാണ്? കോണിക്സ് ഏതൊക്കെയാണെന്ന് അറിയാലോ, ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സർക്കിൾ, പരാബോള, ഹൈപ്പർബോള, എലിപ്സ്. ഏതാണ് എക്സെൻട്രിസിറ്റി 1 ആയിട്ടുള്ള കോണിക്ക്? ഓക്കെ, ഡി അല്ല, എലിപ്സ് അല്ല കേട്ടോ. ആൻസർ നോക്കുക കണ്ടോ, ഞാനൊരു കോളേജിൽ കൊടുത്തിട്ടുണ്ട്. എലിപ്സ് ആണെങ്കിൽ ലെസ് ദാൻ 1 ആയിരിക്കും, പരാബോളയ്ക്കാണ് ഈക്വൽ ടു 1. ഹൈപ്പർ എന്ന് പറയുമ്പോൾ ഹൈ അല്ലേ, അപ്പൊ അത് ഗ്രേറ്റർ ആണെന്ന് വിചാരിക്കുക, ഗ്രേറ്റർ ദാൻ 1. സർക്കിൾ ആണെങ്കിൽ 0, എക്സെൻട്രിസിറ്റി ഒന്നും ഇല്ലാത്തതാണ് സർക്കിൾ അല്ലേ. അപ്പൊ എലിപ്സിന് ലെസ് ദാൻ 1, പരാബോളയ്ക്ക് 1, ഹൈപ്പർബോളയ്ക്ക് ഗ്രേറ്റർ ദാൻ 1. ഇതെല്ലാതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. സർക്കിളിന് 1. സോ അവിടെ ആൻസർ എന്ന് പറയുന്നത് പരാബോള, ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The isometric projection of a circle is, ഒരു സർക്കിളിന്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്താണ്? ഞാൻ ഇടയ്ക്ക് ഐസോമെട്രിക് പ്രൊജക്ഷനെ പറ്റി പറഞ്ഞപ്പോ ഇടയ്ക്കൊന്ന് മെൻഷൻ ചെയ്തായിരുന്നു കേട്ടോ. സർക്കിള്, സെമി സർക്കിള്, എലിപ്സ്, സ്ഫിയർ. ഏതാണ് ഐസോമെട്രിക് പ്രൊജക്ഷൻ? സർക്കിളിന്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ സിമ്പിൾ അല്ലേ. ഏതാണ് ആൻസർ? ഓക്കെ, കറക്റ്റ് ആണ്. എലിപ്സ് ആണ് സർക്കിളിന്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ദി ഏരിയ എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ദി ബൗണ്ടറീസ് ഓഫ് ദി പ്ലോട്ട്. ഒരു പ്ലോട്ടിനുള്ളിൽ എൻക്ലോസ് ചെയ്യപ്പെടുന്ന ഏരിയനെ വിളിക്കുന്ന പേരെന്താണ്? പ്ലോട്ട് ഏരിയ, പ്ലിന്ത് ഏരിയ, കാർപ്പറ്റ് ഏരിയ, നൺ ഓഫ് ദി അബോവ്. ഏരിയ എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ബൗണ്ടറീസ് ഓഫ് ദി പ്ലോട്ട്. ഓക്കെ, എളുപ്പം പറയണേ. ഓക്കെ, ഫ്ലോർ ഏരിയയും പ്ലിന്ത് ഏരിയയും കാർപ്പറ്റ് ഏരിയയും ഇതൊന്നും അല്ലല്ലേ. ഏരിയ എൻക്ലോസ്ഡ് ബിറ്റ്വീൻ, അതെ, ഏരിയ എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ബൗണ്ടറീസ് ഓഫ് ദി പ്ലോട്ട് എന്ന് വെച്ചാൽ എന്താ? പ്ലോട്ടിന്റെ അകത്തുള്ള ഏരിയ നമ്മൾ പ്ലോട്ട് ഏരിയ എന്നാ പറയുന്നത് അല്ലേ. ഫ്ലോർ ഏരിയയും പ്ലിന്ത് ഏരിയയും കാർപ്പറ്റ് ഏരിയയും ഒക്കെ ഒരു ബിൽഡിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏരിയകളാണ്. ഓക്കെ, അപ്പൊ നൺ ഓഫ് ദി അബോവ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Pick the correct expression. Floor area ratio is equal to total floor area on all floors by plot area. Total area floor area ratio is equal to total floor area on all floors by plinth area. Then total floor area on all floors by carpet area by floor area. ഏതാണ് കറക്റ്റ് ആൻസർ? നമ്മുടെ ഫ്ലോർ ഏരിയ റേഷ്യോയും ഫ്ലോർ സ്പേസ് ഇൻഡെക്സും ഒക്കെ വരാറുണ്ട് അല്ലേ. രണ്ടും ഓക്കെ, കറക്റ്റ് ആണ് ആൻസർ, വരാറുണ്ട്. അപ്പം രണ്ടും കൂടെ ഓപ്ഷന് വരുവാണെങ്കിൽ PSCയുടെ ആൻസർ പ്രകാരം ഫ്ലോർ ഏരിയ റേഷ്യോ ആണ് കേട്ടോ എപ്പോഴും ആൻസർ. അതും കൂടെ ഒന്ന് ഓർത്തിരിക്കണേ. ഫ്ലോർ സ്പേസ് ഇൻഡെക്സും ഫ്ലോർ ഏരിയ റേഷ്യോയും രണ്ടും ഉള്ള ഓപ്ഷൻസ് എന്തെങ്കിലും ഇപ്പൊ ഡെഫിനിഷൻ പറഞ്ഞിട്ട് പറയുവാണെങ്കിൽ ഫ്ലോർ ഏരിയ റേഷ്യോ ആണ് സാധാരണ PSC ആൻസർ ആയിട്ട് പറയാറുള്ളത് കേട്ടോ. ആൻസർ എ കറക്റ്റ് ആണ്. ടോട്ടൽ ഫ്ലോർ ഏരിയ ഓൺ ഓൾ ഫ്ലോർസ് ബൈ പ്ലോട്ട് ഏരിയ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പെർമിറ്റഡ് മാക്സിമം കവറേജ് ഫോർ എ റെസിഡൻഷ്യൽ ബിൽഡിംഗ്. ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗിന്റെ പെർമിറ്റഡ് മാക്സിമം കവറേജ് എത്രയാണ്? പറയാവോ ആൻസർ? ഓക്കെ, 75% അല്ല കേട്ടോ, 75% അല്ല. ഇത് ഏതാ ക്വസ്റ്റ്യൻ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണത്തില്ല. നെക്സ്റ്റ് പേജിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ടേബിൾ ഒക്കെ പഠിച്ചു വെക്കും. അതെ, എ കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, കണ്ടോ, ഇതുപോലെ നമ്മൾ ടേബിൾ ഒക്കെ പഠിച്ചു വെക്കും. പക്ഷെ ക്വസ്റ്റ്യൻ വന്നാണ്ടോ മാക്സിമം പെർമിസിബിൾ കവറേജ് ഏരിയ ആണ് അല്ലേ ചോദിച്ചേക്കുന്നത്. ഇതിൽ ഏറ്റവും ഹയസ്റ്റ് ഏതാണ്? 66.67% ആണ്. അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ ഇത് പ്രകാരമുള്ള വാല്യൂ ഏതായിരിക്കും? 65% ആയിരിക്കും അല്ലേ. അപ്പൊ ഈ ഒരു ടേബിൾ പഠിച്ചു വെക്കണം. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് മിക്ക എക്സാമുകൾക്കും ചോദിച്ചിട്ടുണ്ട്. പല രീതിയിലാണ് ചോദിക്കുന്നത്. ഏരിയ തന്നിട്ട് അത് ഏത് പ്ലോട്ട് ആണെന്ന് ചോദിക്കും. ഇപ്പൊ ഒരു 650 മീറ്റർ സ്ക്വയർ ആണെങ്കിൽ അത് ഏത് ടൈപ്പ് പ്ലോട്ട് ആണ് ഇങ്ങനെ ചോദിക്കും. 650 വരുന്ന എവിടെയാ? ടൈപ്പ് ബിയിൽ. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതിൽ ടൈപ്പ് എ പ്ലോട്ട് ആണെങ്കിൽ അതിന്റെ പെർമിസിബിൾ കവറേജ് ഏരിയ എത്ര ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പല രീതിയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ 65% ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, പിന്നെ ചില ടെക്സ്റ്റ് ബുക്കുകളിൽ നിമിയിൽ എനിക്ക് തോന്നുന്നു 60% ആണെന്ന് തോന്നുന്നു കേട്ടോ. ഈ ലാസ്റ്റത്തെ ടേബിളിൽ കൊടുത്തിരിക്കുന്ന വാല്യൂ 60% ആണെന്ന് തോന്നുന്നു നിമി കൊടുത്തേക്കുന്നത്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ദി മാക്സിമം പെർമിറ്റഡ് ഫ്ലോർ ഏരിയ റേഷ്യോ ഫോർ എഡ്യൂക്കേഷണൽ ബി ടൈപ്പ് ബിൽഡിംഗ്. എഡ്യൂക്കേഷണൽ ബി ടൈപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും വിചാരിക്കണ്ട. ഗ്രൂപ്പ് ബിയിൽ വരുന്നത് എഡ്യൂക്കേഷണൽ ബിൽഡിംഗ് ആണ്. അതിന്റെ മാക്സിമം പെർമിറ്റഡ് ഫ്ലോർ ഏരിയ റേഷ്യോ എത്രയാണ്? 1.5, 1.75, 2, നൺ ഓഫ് ദി അബോവ്. ഓക്കെ, ഫ്ലോർ ഏരിയ റേഷ്യോ അല്ലെങ്കിൽ ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് എന്നും ചോദിക്കാവേ. അപ്പൊ ഇത് കവറേജും ഫ്ലോർ സ്പേസ് ഇൻഡെക്സും ഒക്കെ പഠിച്ചു വെച്ചാൽ നല്ലതാണ്. നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കേട്ടോ. അപ്പൊ അടുത്ത പേജിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിളിലാക്കി കൊടുത്തിട്ടുണ്ട് മാക്സിമം പെർമിസിബിൾ കവറേജും ഫ്ലോർ സ്പേസ് ഇൻഡെക്സും കേട്ടോ. ഇതൊക്കെ പഠിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. കാരണം ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എല്ലാ എക്സാമിനും ചോദിക്കുമെന്നൊന്നും അല്ല, പക്ഷെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. റെസിഡൻഷ്യൽ KMBR പ്രകാരമാണ് റെസിഡൻഷ്യൽ A1 A2 ടൈപ്പ്. പിന്നെ എഡ്യൂക്കേഷണൽ അപ് ടു ഹയർ സെക്കൻഡറി, പിന്നെ അതർ ദാൻ ഹയർ സെക്കൻഡറി, പിന്നെ മെഡിക്കൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ, പിന്നെ അസംബ്ലി ബിൽഡിംഗ്, ഓഫീസ് ബിൽഡിംഗ്, മെർക്കൻഡൈൽ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്. നെക്സ്റ്റ് പേജിൽ ഇൻഡസ്ട്രിയൽ 1. ഓക്കെ, അടുത്ത പേജിൽ കൊടുത്തിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ 1, 2, G1, G2, സ്റ്റോറേജ്, ഹെസാഡസ്, മൾട്ടി കോംപ്ലക്സ്, ഇത്രയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ കവറേജും ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് ഒക്കെ പഠിച്ചു വെച്ചാൽ നല്ലതാണ് കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ കിട്ടും. ഓക്കെ, ഭാഗ്യം ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതില് നിങ്ങൾക്ക് എളുപ്പം ഞാൻ സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ കുറച്ച് സ്പേസ് കൂടുതലല്ലേ അല്ലേ. അപ്പൊ അതിന് കവറേജ് കൂടുതലാണ്. ഏറ്റവും വലുത് 70 ആണ് കേട്ടോ. അത് ചോദിച്ചിട്ടുള്ളതാ. അപ്പൊ അത് ഓർത്ത് വെക്കാൻ എളുപ്പമാണ് 70. അപ്പൊ ആ രീതിയിൽ ഓർത്ത് വെക്കുക. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ വന്നത് മാക്സിമം പെർമിറ്റഡ് ഫ്ലോർ ഏരിയ റേഷ്യോ ഫോർ എഡ്യൂക്കേഷണൽ ബിൽഡിംഗ് ആയിരുന്നു. പക്ഷെ എഡ്യൂക്കേഷണൽ ബിൽഡിംഗിന്റെ ഫ്ലോർ ഏരിയ റേഷ്യോ എത്രയാ? 2.5 അല്ലേ. അപ്പൊ 2.5 ക്വസ്റ്റ്യനിലുണ്ടോ? ഇല്ല. അപ്പൊ നമ്മുടെ ആൻസർ നൺ ഓഫ് ദി അബോവ് ആണ് കേട്ടോ. നൺ ഓഫ് ദി അബോവ് ആണ് ആൻസർ.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ഏരിയ ഓഫ് ദി ഹാബിറ്റബിൾ റൂം ഷോൾ നോട്ട് ബി ലെസ് ദാൻ. ഒരു ഹാബിറ്റബിൾ റൂമിന്റെ ഹെഡ് റൂം ഒന്നും അല്ല കേട്ടോ, ജസ്റ്റ് ഒരു ഹാബിറ്റബിൾ ലിവിംഗ് റൂം. ഓക്കെ, ലിവിംഗ് റൂം മീൻസ് നമ്മുടെ ഒരു സാധാ ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലെ റൂമിന്റെ ഏരിയ എത്രയിൽ കുറയാൻ പാടില്ല. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. 6 മീറ്റർ സ്ക്വയർ, 7 മീറ്റർ സ്ക്വയർ, 9.5 മീറ്റർ സ്ക്വയർ, 8.5 മീറ്റർ സ്ക്വയർ. ഓക്കെ, 6 മീറ്റർ സ്ക്വയർ അല്ല കേട്ടോ, 9.5 മീറ്റർ സ്ക്വയർ ആണ്. 9.5 മീറ്റർ സ്ക്വയർ, 9.5 മീറ്റർ സ്ക്വയർ ആണ് ആൻസർ. ഒരു ഹാബിറ്റബിൾ റൂമിന്റെ ഏരിയ 9.5 മീറ്റർ സ്ക്വയറിൽ താഴാൻ പാടില്ല കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഓഫ് ദി ഫോളോയിങ് ഐറ്റം? As per CPWD analysis of rates, centering and shuttering, including strutting, propping, removal, etc. or of form for edges of slabs and breaks in floors and walls under 20 centimeter wide. ഓക്കെ, അതായത് ഇത്രയും വലിയൊരു ക്വസ്റ്റ്യൻ കാണുമ്പോഴേ കൺഫ്യൂഷൻ ആകുമെന്ന് അറിയാം. എന്നാലും നിങ്ങൾ ഐറ്റംസ് നോക്കുക. ജസ്റ്റ് സെന്ററിങ്, ഷട്ടറിങ്, അങ്ങനെയുള്ള സ്ട്രട്ടിങ്, പ്രോപ്പിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഏതിലാണ് മെഷർ ചെയ്യുന്നത്? സ്ക്വയർ മീറ്റർ ആണോ, മീറ്റർ ആണോ, ക്യൂബിക് ഫീറ്റ് ആണോ, നൺ ഓഫ് ദി അബോവ്. ഓക്കെ, ഓക്കെ, ആൻസർ കറക്റ്റ് ആണ്. ബി, മീറ്ററിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് കേട്ടോ, മീറ്ററിലാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. As per CPWD rate data analysis, water charges accounts for 1.5% of the sum of total cost and contractors' profit and overhead charges, 1% of total cost before adding GST and contractors' profit and overhead charges, 1% of total cost after adding contractors' profit and overhead charges, 1% of the total cost after adding GST and contractors' profit and overhead charges. Okay. വാട്ടറിന്റെ ചാർജസ് ആണ് കേട്ടോ, വാട്ടർ ചാർജസ്. ഓക്കെ, ആൻസർ അറിയാമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ആക്ച്വലി ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ പറയുന്നത് ബിഫോർ ആഡിങ് GST ആണ് കേട്ടോ. ടോട്ടൽ കോസ്റ്റ് ബിഫോർ ആഡിങ് GST ആൻഡ് കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ് ആൻഡ് ഓവർഹെഡ് ചാർജസ് ആണ്. പക്ഷേ 1% അല്ല. ബി, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. PSCയുടെ പ്രകാരം 1% ആണ്. ബി ആണ് ആൻസർ. 1% ഓഫ് ദി ടോട്ടൽ കോസ്റ്റ് ബിഫോർ ആഡിങ് GST ആൻഡ് കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ് ആൻഡ് ഓവർഹെഡ് ചാർജസ്. ഓക്കെ, പക്ഷെ ആക്ച്വലി 1% അല്ല ശരിക്കുള്ള വാല്യൂ. നമ്മൾ സാധാരണ ചെയ്യുന്നത് 1.5 മുതൽ 2% ആണ്. പക്ഷെ കറക്റ്റ് എന്ന് പറയാനുള്ള ഒരു ഓപ്ഷൻ ആ ബി മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ PSCയുടെ ആൻസർ ബി ആയിരുന്നു കേട്ടോ. പക്ഷെ 1% വൈസ് നോക്കിക്കഴിഞ്ഞാൽ 1 റോങ് ആണ്. 1.5 to 2% ആണ് ശരിക്കും ഉള്ളത്. ഓക്കെ, നമ്മൾ പ്രാക്ടിക്കൽ കേസുകളിലൊക്കെ ഡേറ്റ അനാലിസിസ് ചെയ്യുന്നത് ആ ഒരു റേറ്റ് വെച്ചിട്ടാണ്. ഓക്കെ, പക്ഷെ ബിഫോർ ആഡിങ് GST ആൻഡ് കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ് ആൻഡ് ഓവർഹെഡ് ചാർജസ് ആയിരിക്കും ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which among the following does not come under outgoings while calculating income? ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യാത്ത ഔട്ട്ഗോയിങ്സ് ഏതെല്ലാമാണ്? ടാക്സസ്, റിപ്പയേഴ്സ്, ഇയേഴ്സ് പർച്ചേസ്, സിങ്കിങ് ഫണ്ട്. ഏതാണ്? സിമ്പിൾ അല്ലേ? അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ കിട്ടും. അതെ അതെ അഫ്സലെ, മീറ്റർ ആയിരുന്നു കേട്ടോ. അതിന്റെ ആൻസർ മീറ്റർ ആണ്.
ഓക്കെ, ആൻസർ കറക്റ്റ് ആയിട്ടുള്ളത് സിങ്കിങ് ഫണ്ട് അല്ല, ഇയേഴ്സ് പർച്ചേസ് ആണ് കേട്ടോ. ഇയേഴ്സ് പർച്ചേസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അതായത് നമ്മൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ കൂട്ടാത്തത് ഇയേഴ്സ് പർച്ചേസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the weight of reinforcement bar of 10 mm diameter having a length of 5 meter? What is the weight of reinforcement bar of 10 mm diameter having a length of 5 meter ആണ്. ഇത് നമ്മുടെ നിമിയിലൊക്കെ ഒരു കോളമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓരോരോ ഡയമീറ്റർ വരുന്ന അനുസരിച്ചിട്ടുള്ള വെയിറ്റ് പെർ മീറ്റർ എന്നാണ് ആക്ച്വലി കൊടുത്തേക്കുന്നത്. വെയിറ്റ് പെർ മീറ്റർ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അതിൽ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള വാല്യൂസ് ആണ്. അതൊന്നും കാണാതെ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. d²/162 എന്ന് പറയുന്ന ഒരു മീൻസ് ഒരു ഇക്വേഷൻ മാത്രം, d²/162. ഈ അതെ അത് തന്നെ ഈ പറയുന്നത് d²/162. d² മീൻസ് ഡയമീറ്റർ ഇൻ mm ആണ്. d²/162. അപ്പൊ 10ന്റെ സ്ക്വയർ 100/162 ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. പക്ഷെ ഇത് നമ്മൾക്ക് ചോദിച്ചിരിക്കുന്ന വെയിറ്റ് അല്ലേ? വെയിറ്റ് പെർ മീറ്റർ ആണെങ്കിൽ d²/162 ആണ്. അപ്പൊ വെയിറ്റ് ആണെങ്കിലോ ആ ലെങ്തും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. L × d²/162 എന്നാണ് വെയിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഉപയോഗിക്കേണ്ടത്. d²/162 ആണ് വെയിറ്റ് പെർ മീറ്റർ ആണെങ്കിൽ ചെയ്യേണ്ടത്. സിമ്പിൾ അല്ലേ? അപ്പം നിങ്ങൾ നിമിയിൽ കിടക്കുന്ന ആ ഒരു വാല്യൂസ് ഒന്നും കാണാതെ പഠിക്കേണ്ട. ആകെ ചെയ്യേണ്ടത് ഈ ഒരു ഇക്വേഷൻ മാത്രം പഠിക്കുക. d² ഡയമീറ്ററിന്റെ സ്ക്വയർ ബൈ 162. ഓക്കെ, d²/162 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. വെയിറ്റ് പെർ മീറ്ററിലുള്ള ആൻസർ കിട്ടും. പക്ഷെ വെയിറ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ തന്നിരിക്കുന്ന ലെങ്തും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക അതിന്റെ കൂടെ. അപ്പൊ ഇതിന്റെ ആൻസർ കറസ്പോണ്ട് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ കിട്ടുന്നത് 3.08 കിലോഗ്രാം എന്നാണ്. ബി ആണ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What will be the total length of a bar of length L and diameter D if cranking is done at 30 degree on two sides? നമ്മൾ സാധാരണ ക്രാങ്ക്ഡ് ലെങ്ത് കണ്ടുപിടിക്കുന്നത് നമ്മുടെ എന്താണ് 45 ഡിഗ്രി ഇൻക്ലിനേഷൻ വെച്ചിട്ടാണ്. ഇത് 45 ഡിഗ്രി ചരിച്ചാണ് നമ്മൾ ക്രാങ്ക് ചെയ്യുന്നത്. ഓക്കെ, ക്രാങ്ക് ചെയ്യുന്നതൊക്കെ അറിയാലോ. മെയിൻ ബാറിനെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടും ക്രാങ്ക്ഡ് ആയിട്ടും കൊടുക്കാൻ പറ്റും. സോ ആ ക്രാങ്ക് ലെങ്ത് കൊടുക്കുന്നത് നെക്സ്റ്റ് പേജിൽ ഞാൻ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ക്രാങ്ക് ലെങ്ത് നമ്മൾ കൊടുക്കുന്നത് ചരിച്ചാണ് കൊടുക്കുന്നത് അല്ലെ, ക്രാങ്ക് ആക്കി കൊടുക്കും. നെക്സ്റ്റ് പേജില് ഓക്കെ, അതായത് നമ്മൾ യൂഷ്വലി 45 ഡിഗ്രി ഇൻക്ലിനേഷനിലാണ് കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ 30 ഡിഗ്രി ഇൻക്ലിനേഷൻ എന്നാണ്. 30 ഡിഗ്രി ഇൻക്ലിനേഷൻ ആവുമ്പോൾ മാറുമല്ലോ അല്ലെ വാല്യൂ. അപ്പൊ L+2 × 0.42D അല്ല വരുന്നത്. ഓക്കെ, മൂന്നാമത്തെ ഓപ്ഷൻ L+0.42D അല്ല വരുന്നത്. ഓക്കെ, ഈ ഒരു ഫിഗറിൽ നോക്കി 30 ഡിഗ്രി ഇൻക്ലിനേഷൻ വരുമ്പോഴത്തേനും നമുക്ക് ആ ഒരു സൈഡിലുള്ള 2D and D വെച്ചിട്ട് കണ്ടുപിടിച്ചാൽ മതിയാവും കേട്ടോ. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ഡിയിലെ L+2 × 0.27D ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് കേട്ടോ. അപ്പം ഇൻക്ലിനേഷൻ കുറയുന്ന അനുസരിച്ചിട്ട് ആഡ് ചെയ്യേണ്ട ഫാക്ടറും കുറഞ്ഞു വരുന്നു. 0.27D ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ. When a sanctioned estimate is likely to be exceeded by more than 5%, either from the rates being found insufficient due to change of price level or from any cause whatever, except important structural alterations, the estimate prepared is called. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് 5% കൂടുതലായിട്ട് അല്ലെ, നമ്മുടെ റേറ്റ് 5% കൂടുതലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, സാങ്ഷൻഡ് എസ്റ്റിമേറ്റിൽ നിന്ന് 5% കൂടുതലായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 10% കൂടുവാണെങ്കിൽ എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ് അല്ലെ. 5% കൂടുതൽ, അതായത് ടെക്നിക്കൽ സാങ്ഷനിൽ നിന്നും 5% കൂടിയാലും അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനിൽ നിന്നും 10% കൂടിയാലും മെറ്റീരിയൽ ഡീവിയേഷൻ വന്നാലും നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യണം അല്ലെ. അപ്പൊ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമ്മൾ ഓൾറെഡി അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇടയ്ക്ക്
ഒരു ജസ്റ്റ് ഒരു പ്രശ്നം വന്നുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്ക് കുറച്ച് നേരം മിസ്സായി പോയത്. സോ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. 50 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഈ ആഴ്ച തന്നെ നെക്സ്റ്റ് ലൈവ് ഉണ്ടായിരിക്കും. സോ അതിലും എല്ലാവരും നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. താങ്ക് യു.